കൂട്ടം കാശി വന്ന മട്ടിലാണല്ലോ കയറി പോണത്. എന്റെ കാശിങ് തന്നിട്ട് പോ. ഞങ്ങള് കോടതി കൊണ്ടൊന്ന് കെട്ടിവെക്ക. തനിക്ക് എത്ര രൂപ പിടിച്ചോ? ആ കാലം മുറിയിൽ ലൈറ്റ് കൊണ്ട് കാത്തിരിക്കുക. Let him go to hell. എഴുന്നേൽക്ക്. എന്തൊരുറക്കമായത്. ഇതാ കാപ്പി. ഒന്ന് വേഗം എഴുന്നേൽക്ക്. ഇന്ന് ടെസ്റ്റ് പേപ്പറുള്ള ദിവസമാ. മോർണിംഗ് ക്ലാസ് നീ ഇന്നെങ്കിലും കട്ട് ചെയ്യരുത്. ടെസ്റ്റ് പേപ്പർ മോർണിംഗ് ക്ലാസ് നിനക്ക് വേറെ ഒന്നും ഇല്ലടാ പറയാൻ. രവി, എന്നെ ആരും ടെസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല, മനസ്സിലായോ? നീ ക്ലാസ് കയറിയിട്ട് ഒരു മാസത്തിലേറെയായല്ലോ. നിന്റെ ഈ പോക്ക് എങ്ങോട്ടാ? ഇവിടുന്ന് നേരെ പോകുന്നത് ലാറ്ററിലേക്ക്, പിന്നീട് മതി മതി നിർത്ത്. തമാശ പറഞ്ഞ് വിഷയം മാറ്റാൻ ശ്രമിക്കണ്ട. നീ ഇങ്ങനെ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, ഉപദേശം എനിക്ക് ഇഷ്ടമല്ല. ഈ ലോകത്ത് ഉപദേശവും കൊണ്ട് നടക്കുന്നവരെല്ലാം ഹിപ്പോക്രറ്റ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്ക് കഴിയുമെങ്കിൽ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഒരര ബോട്ടിൽ ബ്രാൻഡി വാങ്ങിച്ചോണ്ട് വാ. രാവിലെ വെറു വയറ്റില് കാപ്പി കുടിച്ച് വയറിനെ അപമാനിക്കുന്നത് ശരിയല്ല. കഷ്ടം. ഞാൻ നിന്നോട് എന്ത് പറയാനാ? ഈ തകർച്ചയിൽ നിന്നും ഞാൻ നിന്നെ എങ്ങനെ മോചിപ്പിക്കും? മോഹൻ, നഷ്ടപ്പെട്ടു പോയ ഈ ദിവസങ്ങളെ ഓർത്ത് ചിലപ്പോൾ നീ ദുഃഖിക്കേണ്ടതായി വരും. അന്ന് ഒരുപക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായെന്ന് വരില്ല. ആ സമയമായി. അപ്പൊ നീ വരുന്നില്ലെന്ന് തീർച്ചയാണല്ലേ? നീ ദൈവപുത്രൻ, ഞാൻ മനുഷ്യപുത്രൻ. മകനെ ക്ലാസ് കട്ട് ചെയ്യുന്നവൻ ഭാഗ്യവാനാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവന് ശുദ്ധമായി ശ്വസിക്കാനും സുഖമായി മദ്യപിക്കാനും പകൽ മുഴുവനും കിടന്നുറങ്ങുവാനും കഴിയുന്നു. ഞാൻ പോയിട്ട് വരാം. കോയമ്പത്തൂരിൽ തേയില അയക്കുന്നതിനെ പറ്റി ട്രേഡിംഗ് കോർപ്പറേഷൻ മാനേജറുമായി സംസാരിച്ചില്ല? സംസാരിച്ചു. എങ്കിലും അങ്ങ് നേരിട്ടൊന്ന് കണ്ടാൽ. അങ്ങനെ എല്ലാത്തിനും ഞാൻ തന്നെ നേരിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാനേജറുടെ ആവശ്യമില്ലല്ലോ. അയ്യോ, അങ്ങനെ പറയരുത്. ഐ ആം യുവർ ഒബീഡിയന്റ് സെർവന്റ്. ഇതെന്താ മെമ്പറാണ്? അതെ, യൂണിയൻ സെക്രട്ടറി രാഘവൻകുട്ടി എന്നതാണ്. എന്റെ തൊഴിലാളികൾക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ഈ സ്ഥാപനം ആരംഭിച്ചപ്പോൾ ഒരു യൂണിയൻ സെക്രട്ടറിയെയും കണ്ടില്ല. എനിക്കും എന്റെ തൊഴിലാളികൾക്കുമിടയിൽ ഇടനിലക്കാരും ആവശ്യമില്ല. ഞാനത് പറഞ്ഞു. അങ്ങയുടെ മനസ്സ് എനിക്കറിയാം. ഐ ആം യുവർ. നിർത്ത്. തനിക്ക് എന്തറിയാം? ഇപ്പോൾ കൊടുക്കുന്ന കൂലി തന്നെ കൂടുതലാണെന്നറിയാം. അതുകൊണ്ട് കാലണ കൂടുതൽ കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എന്റെ തീരുമാനം അതല്ല. അവരുടെ സെക്രട്ടറി ആവശ്യപ്പെട്ടതിൽ കൂടുതൽ ബോണസ് കൊടുക്കാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതെന്താ മോഹൻ 2000, മോഹൻ 2000, മോഹൻ 2000 എന്ന് 3 സ്ഥലത്ത് എഴുതിയിരിക്കുന്നത്? അത് റഫ് അക്കൗണ്ടാണ്. മോഹൻ കുഞ്ഞിന് കാലേജിലേക്ക് അയച്ചതാണ്. ഒരു മാസം 6000 രൂപയോ? ടെലഗ്രാം എന്നും ഞാൻ പണം അയച്ചു. താൻ എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല? അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്റെ മുതലാളിയുടെ മകന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. ഐ ആം യുവർ ഒബീഡിയന്റ് സെർവന്റ്. നല്ല കട്ട എടുത്തുകൊണ്ട് പോ. തന്റെ കണക്ക് ഒബീഡിയന്റ് സെർവന്റ് പോലും. ഒബീഡിയന്റ് എന്ന വാക്കിന്റെ അർത്ഥം എനിക്കറിയാം.
ഇതാ അച്ഛാ കോഫി. എന്തിനാണ് അച്ഛാ മാനേജരെ വഴക്ക് പറയുന്നത്? അയാളുടെ ധിക്കാരം കൂടെ കൂടി പോകും. നിന്റെ കൊച്ചാട്ടന്റെ പോക്കും തീരെ ശരിയല്ല. എന്താണ് അച്ഛാ? കൊച്ചേട്ടൻ എന്ത് ചെയ്തു? എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ ഇയറിന് പഠിക്കുന്ന നിന്റെ കൊച്ചാട്ടൻ മാസം തോറും ചെലവാക്കുന്ന പണത്തിന്റെ കാര്യം വല്ലതും നിനക്കറിയാമോ? 6000 രൂപ. 6000 രൂപയോ? സാർ പോസ്റ്റ്. പ്രിയപ്പെട്ട കൊച്ചേട്ടന് മിനിക്കുട്ടി എഴുതുന്നത്. കൊച്ചേട്ടൻ എന്താ എന്റെ പിറന്നാളിന് വരാത്തത്? കൊച്ചേട്ടനെ കാത്ത് ഞാൻ 3 മണിവരെ ഊണ് കഴിക്കാതെ നോക്കിയിരുന്നു. എങ്കിലും കൊച്ചേട്ടൻ എന്നോട് ഇത്രയ്ക്ക് സ്നേഹമില്ലാതായി പോയല്ലോ. വേണ്ട, ഞാനിനി മിണ്ടത്തില്ല. ഒരു വലിയ എഞ്ചിനീയർ വന്നിരിക്കുന്നു. അച്ഛൻ വീണ്ടും കിടപ്പിലാണ്. കഴിഞ്ഞ മാസം വന്ന നെഞ്ചുവേദന തന്നെ ഇപ്പോഴത് കൂടെ കൂടെ വരുന്നു. ഡോക്ടർ ദിവസവും വന്ന് നോക്കും. എങ്കിലും എനിക്ക് പേടിയാണ്. കൊച്ചേട്ടൻ ഇനി എന്നാണ് വരുന്നത്? പഠിക്കാൻ ഒരുപാടുള്ളത് കൊണ്ടാണോ വരാത്തത്? നന്നായി പഠിക്കണേ, ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണം, എങ്കിലേ ഞാൻ ഇനി മിണ്ടു എന്ന് സ്വന്തം അനിയത്തി മിനി. ഞാൻ നേരത്തെ വന്നതാ. പൂജ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി നിന്നതാണ്. ഇന്നെന്താ കോളേജിൽ പോണില്ലേ? അച്ഛന് നല്ല സുഖമില്ല ശാരദേ. 2 ദിവസമായിട്ട് ഞാൻ കോളേജിൽ പോകുന്നില്ല. അയ്യോ, അങ്ങനെ എന്താ അസുഖം? നെഞ്ചുവേദന. പേടിക്കാനൊന്നുമില്ല, ഞാൻ പോട്ടെ ശാരദേ. മിനി ക്ഷേത്രത്തിൽ പോയിട്ട് വന്നില്ലേ കുഞ്ഞിനായരെ? കുഞ്ഞിതാ വരുന്നുണ്ട്. ഇതാച്ച പ്രസാദം. എന്താ മോളെ ഇത്ര താമസിച്ചത്? ഇന്നാണ് കൊച്ചേട്ടന് പരീക്ഷ ഫീസ് കെട്ടിവെക്കേണ്ട ദിവസം. ഞാൻ കൊച്ചേട്ടന്റെ പേരിൽ ഒരർച്ചന കഴിച്ചു. നീ എങ്ങനെ അറിഞ്ഞു മോളെ? പത്രത്തിലുണ്ടായിരുന്നു. പക്ഷെ ഫീസ് കെട്ടിവെക്കേണ്ടവൻ ഈ വിവരം അറിഞ്ഞു കാണുമോ എന്നാണ് സംശയം. മോഹൻകുഞ്ഞ് ചെറുപ്പമല്ലേ, ക്രമേണ എല്ലാം ശരിയായിക്കൊള്ളു. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് പോലും എന്റെ മകനില്ലല്ലോ കുഞ്ഞുനായ. മോഹൻകുഞ്ഞ് തീർച്ചയായിട്ടും നന്നായി വരും. അവിടുന്ന് വിഷമിക്കാതിരുന്നാ മതി. ഇനി ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഫലം. അവന്റെ ഈ അധപ്പതനത്തിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവനെ കൂടുതൽ ലാളിക്കും. സ്നേഹിക്കുന്നതിനും ഒരു പരിധിയൊക്കെ വേണം. പരിധിയില്ലാതെ സ്നേഹിക്കുന്നത് കുടത്തേക്കാൾ ദോഷമേ ചെയ്യൂ കുഞ്ഞിനായേ. അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. അസുഖം കൂടും. നീ എന്താടാ ബാമ്പേത്തെ കാക്കാനെ പോലെ കുത്തിയിരിക്കുന്നേ? ഈ മാസവും എനിക്ക് സമയത്തിന് ഫീസ് കൊടുക്കാൻ കഴിഞ്ഞില്ല മോഹൻ. എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. നോട്ടീസ് ബോർഡിൽ എന്റെ പേരിട്ടിട്ടുണ്ട്. നീ പണമില്ലാത്തതുകൊണ്ട് പുറത്തു നിൽക്കുന്നു, ഞാൻ പണം ഉള്ളത് കൊണ്ട് പുറത്തു നിൽക്കുന്നു. അതാണ് ജീവിതത്തിലെ വൈരുദ്ധ്യം. നീ എണീറ്റ് ക്ലാസ്സിൽ പോ. ക്ലാസ്സിൽ പോകാനോ? ഫീസ് കൊടുക്കാതെയോ? നിന്റെ ഫീസ് കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നിന്റെ പേര് ചുവന്ന മഷി കൊണ്ട് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. രവി, ഇത് നോക്ക്. ഇവൻ വിചാരിച്ചാൽ വെട്ടിക്കളയാൻ കഴിയാത്ത അക്ഷരങ്ങളില്ല.
ദിവസം ചെല്ലുന്തോറും നിന്നോട് എനിക്കുള്ള കടപ്പാട് കൂടിക്കൊണ്ടുവരികയാണ്. ഈ സ്നേഹത്തിന്റെ കടം ഞാൻ എങ്ങനെ വീട്ടും? സ്നേഹത്തിന്റെ കടം സ്നേഹം കൊണ്ടേ വീടാൻ കഴിയൂന്നാണ് കവികൾ പറയുന്നത്. ഇത്രയും ശുദ്ധഹൃദയമുള്ള നീ എങ്ങനെ തെറ്റിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു? മോഹൻ, നീ ഇനിയെങ്കിലും നിന്റെ തെറ്റുകൾ തിരുത്തൂ. ഉപദേശം വേണ്ട. പട്ടിയുടെ വാല് പിടിച്ച് കുഴലിടാൻ ശ്രമിക്കുന്ന വിഡ്ഢിയാണല്ലോടാ നീ. അവന്റെ ഒരു ഉപദേശം. രവി, ജീവിതം വളരെ ചെറുതാണ്. അത് ആസ്വദിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. പിന്നെ എവിടെ ഉപദേശം കേൾക്കാനും ഉപദേശിക്കാനും സമയം? രൂപ വല്ലതും കൊണ്ടുവന്നു. 50 രൂപയുണ്ട്. ഇപ്പൊ സമയം എന്തായി കാണും? ഇന്നിനി മണി ഓർഡർ എടുക്കുമോ എന്തോ. എന്റെ മോന് ഫീസ് കൊടുക്കാനുള്ള പണം ഇതേവരെ അയച്ചില്ല. പണം കിട്ടാൻ താമസിച്ചാൽ അവൻ വിചാരിക്കും എനിക്ക് വല്ല അസുഖമാണെന്ന്. ഞാൻ പറയുന്നു നിന്റെ അമ്മയ്ക്കൊരു ചുക്കും ഇല്ലാന്ന്. നിനക്കങ്ങനെ പറയാം. എന്റെ അമ്മയെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. എനിക്ക് അച്ഛനില്ല. രാപ്പകൽ അധ്വാനിച്ചിട്ടാണ് എന്റെ അമ്മ എന്നെ വളർത്തുന്നത്. കഴിവുണ്ടായിട്ടല്ല, കടുത്ത മോഹമുള്ളത് കൊണ്ടാണ് എന്നെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അയച്ചത്. ഞങ്ങൾക്ക് ധാരാളം പണമുണ്ട്. എസ്റ്റേറ്റ് ഉണ്ട്, ഫാക്ടറി ഉണ്ട്, ഊണിലും ഉറക്കത്തിലും അച്ചടക്കം പാലിക്കുന്ന അച്ഛനുണ്ട്, വലിയ ബംഗ്ലാവുണ്ട്, ജോലിക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അമ്മയില്ല. എൻ്റെ അനിയത്തി മിനിക്കുട്ടിക്ക് 1 വയസ്സായിരുന്നപ്പോ അമ്മ മരിച്ചുപോയി. എനിക്കൊന്ന് 5 വയസ്സ്. രവി, നിനക്ക് പണമല്ലേ ഇല്ലാതുള്ളൂ, അമ്മയുണ്ടല്ലോ, നീ ഭാഗ്യവാനാണ്. അച്ഛൻ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ, നിന്റെ ഭാവിയെ പറ്റി ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇപ്പോഴെന്തിനാ അച്ഛൻ അതൊക്കെ ആലോചിക്കുന്നത്? അല്ല, നിന്നെ കൊള്ളാവുന്ന ഒരുത്തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് എനിക്ക് മരിക്കാൻ കഴിഞ്ഞെങ്കിൽ നാശിച്ചു പോവുകയാണ്. സാധിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും പറയരുത്. അച്ഛന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഇല്ല മോളെ, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നുപോയാൽ പിന്നെ നിന്നെ രക്ഷിക്കേണ്ടത് നിന്റെ ചേട്ടനാണ്. അവൻ വഴി പിഴച്ചു പോയി. ഇനി അവനെ നന്നാക്കിയെടുക്കാനുള്ള ആയുസും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇല്ല അച്ഛാ, കൊച്ചേട്ടൻ എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. അവന്റെ ജീവനെ പോലും അവന് സ്നേഹമില്ല. എങ്കിൽ അവൻ ഇങ്ങനെ നടക്കില്ല. എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായിപ്പോയിട്ട്. അച്ഛൻ അതുവിധം ആലോചിച്ച് വെറുതെ മനസ്സ് പുണ്ണാക്കരുത്. മറ്റൊന്നിനെ കുറിച്ചുമല്ലെങ്കിലും നിന്നെ കുറിച്ച് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ വയ്യ മോളെ. കുടിച്ചു, കൂട്ടുകൂടി വൃത്തികേടുകൾ കാണിച്ചു, നിന്റെ ചേട്ടൻ എല്ലാം നശിപ്പിക്കും. ഇല്ല അച്ഛാ, അച്ഛൻ സമാധാനമായിരിക്കണം. കൊച്ചേട്ടൻ തീർച്ചയായും നല്ലവനാകും. അമ്മേ, എന്റെ മക്കൾ ഓടിക്കളിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്തിനാ? ഞാൻ ഇന്നലെ മണിയാട് അയച്ചല്ലോ. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഓ, ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ഞാൻ അത് തന്നെ ഇവിടെ പറഞ്ഞു. മണിയാട് കാണാത്തപ്പോ നീ അത് തന്നെ വിചാരിക്കുമെന്ന്. പരീക്ഷ എടുത്ത സമയമല്ലേ അമ്മേ, ധാരാളം പഠിക്കാനുണ്ട്. പക്ഷെ അവിടെ ഇരുന്നിട്ട് മനസ്സുറയ്ക്കണ്ടേ, അതാ ഓടി വന്നത്. ആ മോഹൻ പറഞ്ഞതാ പോകേണ്ടത്. നീ വാ, ഒന്ന് വല്ലതും കഴിക്കും. ഇത്തവണയും ആ മോഹനാണ് അമ്മ എന്നെ സഹായിച്ചത്. എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി നിറഞ്ഞപ്പോ അവൻ ഫീസ് കൊടുത്തു. എത്ര നല്ല മനസ്സാണ് അമ്മ അവന്റെ. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാ മോനെ. എന്താ ഡോക്ടർ? അച്ഛന് കുഴപ്പമൊന്നുമില്ല. അതെ, മോഹന്റെ വിവരം അറിയിച്ചിട്ടില്ലേ? അച്ഛന് സുഖമില്ല എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് ഡോക്ടർ. ഏതായാലും മോഹൻ നിന്ന് കമ്പി അടിക്കൂ, ഒന്ന് വന്നിട്ട് പോകട്ടെ. ചേട്ടന് പരീക്ഷയാണ് ഡോക്ടർ. സാരമില്ല, സുഖമില്ലാതെ കിടക്കുന്നവർക്ക് വേണ്ടപ്പെട്ടവരെ കാണുന്ന ഒരു ആശ്വാസമല്ലേ. കമ്പി കിട്ടിയാൽ അച്ഛന്റെ അസുഖം കൂടുതലാണെന്ന് ചേട്ടൻ ധരിക്കും ഡോക്ടർ. വല്ലാതെ വിഷമിക്കും.
ടെലിഗ്രാമോ? എനിക്കോ? എന്താണ്? അച്ഛൻ മരിച്ചെന്നോ? കരയാതെ മിനി, നിന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. ഇനി നിന്റെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാൻ മിനി. കരയാതിരിക്കും മിനി. കുഞ്ഞിനെ കാണാൻ വെളിയിൽ ഒരാൾ വന്നിരിക്കുന്നു. ഞാനിപ്പോ വരാം. അച്ഛൻ പോയി രവി, ഞാൻ ഏകനായി. നീ ഏകനല്ല മോഹൻ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നീ ഏകനാവുകയുമില്ല. ഇരിക്കൂ. അച്ഛൻ കുറെ നാളായി കിടപ്പിലായിരുന്നു. മരണസമയത്ത് ശുശ്രൂഷിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. എല്ലാം ഈശ്വര നിശ്ചയമാണ്. അച്ഛൻ മരിച്ച ശേഷം ഞാൻ ആകെ മാറിയിരിക്കുന്നു. എനിക്ക് ആകെ ഒരു ചിന്താക്കുഴപ്പം. എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. നീ ഒരു വലിയ മനുഷ്യന്റെ മകനാണ്. അച്ഛന്റെ വ്യക്തിത്വം നീ നിലനിർത്തണം. നിനക്കതിനുള്ള കഴിവുണ്ട്, എനിക്കറിയാം. ഏതായാലും കുറെ ദിവസം നീ ഇവിടെ നിൽക്കും. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ശക്തിയാണ്. എന്താ രവി? അല്ല, നാളെ പരീക്ഷ തുടങ്ങുകയല്ലേ? ഓ, കൊച്ചേട്ടൻ പോവുകയാണോ? അതെ, എനിക്ക് കോളേജിൽ പോണ്ടേ. കൊച്ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഈ വലിയ വീട്ടിൽ ഞാൻ തനിച്ചാവൂലേ? രാത്രിയിൽ ചുവരുകൾ പോലും എന്നെ ഭയപ്പെടുത്തും. മോഹൻ കുഞ്ഞ് എങ്ങോട്ട് പോകാനാ യാത്ര? കോളേജില്. നല്ല കാര്യമായിപ്പോയി. കുഞ്ഞു പോയാ പിന്നെ ഇവിടുത്തെ കാര്യം പിന്നെ ആരാ നോക്കുന്നത്? എസ്റ്റേറ്റ് കാര്യവും ഫാക്ടറി കാര്യവും ഒക്കെ നോക്കാൻ മാനേജർ മാറ്റിയുണ്ട്. പിന്നെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ കുഞ്ഞുനായരുണ്ട്. കുഞ്ഞ് പഠിച്ചു ജയിച്ചിട്ട് ഉദ്യോഗത്തിനൊന്നും പോകാൻ പോണില്ലല്ലോ. അതുകൊണ്ട് വെള്ളിയിൽ നിന്ന് സൂക്കടായി കിടന്ന പിന്നെ ഫാക്ടറിക്കാരെല്ലാം കുഴപ്പത്തിലായി. ആ മാനേജർ മാത്യു അത്ര നല്ലവനൊന്നുമല്ല. കാട്ടിലെ തടി, ദേവന്റെ ആന, വലിയടാ വലി എന്ന മട്ടിലായി എല്ലാരും. അതുകൊണ്ട് കുഞ്ഞൊന്ന് നേരെ നിന്നാ മതി, എല്ലാം ശരിയാകും. എനിക്ക് ആവക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല കുഞ്ചുനായരെ. എന്ന് പറഞ്ഞാ പറ്റുമോ? ഏതായാലും കൊച്ചേട്ടൻ പോണ്ട. അച്ഛനും എന്നെ വിട്ടേച്ചു പോയി. കൊച്ചേട്ടനും കൂടെ ഇല്ലെങ്കിൽ കുഞ്ഞിനി പഠിക്കണ്ട. ആഫീസുകാരെല്ലാം കുഞ്ഞ് ഏറ്റെടുക്കണം. അല്ലെങ്കിൽ വെള്ളിയിൽ നിന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ചെല്ലാം അന്യാധീനപ്പെട്ടു പോകും. കൊച്ചേട്ടൻ പോണ്ട. ഇല്ല, ഞാൻ പോകുന്നില്ല. കൊച്ചേട്ടാ, കൊച്ചേട്ടാ, എന്തൊരു ഉറക്കമാണിത്? മണി 8 ഓഫീസിൽ പോണ്ടേ? കൊച്ചേട്ടൻ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? സ്വപ്നം കണ്ടോണ്ടിരുന്നപ്പോഴാണോ ഞാൻ വന്നത്? അല്ല, ഞാൻ എന്റെ ദൈവപുത്രനെ ഓർക്കുകയായിരുന്നു. ഇത് സ്വപ്നം തന്നെ. ഇത് സ്വപ്നമൊന്നും അല്ല, സത്യം തന്നെ. നിനക്ക് എന്റെ ദൈവപുത്രനെ കാണണം. ദൈവപുത്രനോ? ആര്? യേശുക്രിസ്തുവോ? അല്ല, ഞാൻ നിനക്ക് എന്റെ ദൈവപുത്രനെ കാണിച്ചു തരാം. ഇതാ, ഇവനാണ് രവി, എന്റെ റൂംമേറ്റ്. ഈ കലിയുഗത്തിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ ഇവനെ പോലിരിക്കും. സത്യത്തിൽ നീ അവന്റെ പെങ്ങളായി ജനിക്കേണ്ടതായിരുന്നു. നിന്റെ സഹോദരനാകാൻ രവിയാണ് കൂടുതൽ യോഗ്യം. അച്ഛൻ മരിച്ചപ്പോൾ വന്നിരുന്നു, പക്ഷെ നീ കണ്ടില്ല. ആഹാ, കാഴ്ചയിൽ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും പോലെ ഇരിക്കുന്നു. കൊച്ചേട്ടൻ തമാശ പറഞ്ഞത് മതി. എനിക്ക് വലുത് എന്റെ കൊച്ചേട്ടനാണ്. രവിയെ പരിചയപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഈ ഭൂമിയിൽ സ്നേഹത്തിന് മുമ്പിൽ മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ. എന്നെ തോൽപ്പിച്ച രണ്ടുപേർ ഇതായിരിക്കുന്നു. ഒന്ന് നീ, മറ്റൊന്ന് റാസ്കൽ.
പ്രിയപ്പെട്ട രവി, കുടുംബത്തിൻ്റെയും ബിസിനസിൻ്റെയും ചുമതലകൾ എൻ്റെ തലയിലായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പഠിത്തം അവസാനിപ്പിക്കുകയാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ഇരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. കോളേജിനോട് യാത്ര പറയുന്നതിൽ എനിക്ക് ദുഃഖമില്ല. പക്ഷേ നിന്റെ സാമീപ്യം നഷ്ടപ്പെടുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചു പോകുന്നു. വ്യാമോഹമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. നിനക്ക് നല്ലതേ വരൂ. സ്വന്തം മോഹൻ. എന്തായത് സ്വന്തം വീട്ടിൽ സ്വീകരണം? ഞങ്ങളുടെ സന്തോഷം മനുഷ്യത്വം കൊണ്ട് ചെയ്യുന്നതാണ് സാർ. വി ആർ യുവർ ഒബീഡിയൻറ്റ് സർവന്റ്. ആ ശരി ശരി, വരണം. മിസ് മാർഗരറ്റ്, പുതുതായി ലഭിച്ച സ്റ്റെനോ. ഗുഡ് മോർണിംഗ്. I am your obedient servant. ഞാനൊരു സാധുവാണ് സാർ. എനിക്ക് ഈ വളവ് തരുമെന്ന് പറഞ്ഞു. എന്റെ ബാസിന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. അപ്പോ കൊച്ചേട്ടാ, ഓഫീസ് ജോലി എങ്ങനെ ഇരിക്കുന്നു? ഞാൻ വിചാരിക്കുന്ന പോലെ കോടതിയല്ല. എസ്റ്റേറ്റിലും ഫാക്ടറിക്കുള്ളിലും ചുറ്റി നടക്കാൻ നല്ല രസമാണല്ലേ? എനിക്ക് എന്റെ ഓഫീസിൽ വിളിക്കുകയാണ്. ശാരദയല്ലേ? അതെ. നിന്നെ കണ്ടിട്ട് കുറെ നാളായി. നീ ഒരു കൊച്ചു മിടുക്കിയായിരിക്കുന്നു. നിന്റെ പോലെ തന്നെ നിന്റെ കണ്ണുകുട്ടി. തുളുമ്പുന്ന പ്രായം. ലക്ഷ്മി, ലക്ഷ്മി, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. കുറച്ച് കാപ്പി കൊണ്ട് കൊണ്ടുവാ. എടി, ഒരു പശുക്കിടാവിൽ അഴിച്ചു കെട്ടാൻ 10 നാഴിക വേണോടി. അത് കയറ് പൊട്ടിച്ചോടി. കൊച്ചങ്ങന്റെ കാറിന് കുറുക്കെ ചാടി. കൊച്ചങ്ങന്റെ കാറല്ല, മറ്റൊന്നും കണ്ടില്ലേ നമുക്ക് കുറുക്കൽ ചാടാൻ? അതിന് അവളല്ലല്ലോ ചാടിയത്, ഡാവല്ലേ ചാടിയത്. മറ്റേ കൊച്ചങ്ങന്ന് ഓഫീസിൽ പോയോ? പോയി. എല്ലാം കുഴപ്പമായല്ലോ. ജീപ്പും എടുത്തുകൊണ്ട് ഇന്ന് കോട്ടയത്തിൽ പോകണമെന്ന് പറഞ്ഞതാ. അതെങ്ങനാ ഈ നശിച്ച വീട്ടിൽ നിന്ന് നേരത്തെ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റുമോ? കാറിന്റെ കുറുക്കെ പശു ചാടിയതല്ല. നീ എന്തിനാണ് ഇവിടെ എഴുന്നള്ളിക്കാൻ പോയത്? അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടെ? ഇത് സദൈ ട്രേഡിംഗ് കമ്പനിയുമായുള്ള കരാറാണ്. എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല, പരിചയമില്ല. അതുകൊണ്ട് ചെയ്യാനുള്ളത് നിങ്ങളൊക്കെ കൂടെ അങ്ങ് ചെയ്തോണ്ടാ മതി. അദ്ദേഹം ശരിക്ക് ചെയ്യുന്നുണ്ട്. മാത്യു സാർ ശരിയെ ചെയ്യൂ, ശരിയെ പറയൂ. ആ ശരി, ആ ചെക്ക് ബുക്ക് ഞാൻ. ഇനി പണമിടപാടുകളൊക്കെ മാത്യു തന്നെ നോക്കിയാൽ മതി. ഞാനൊരു ശുദ്ധനാണ് സാർ. ഈ സ്നേഹം എന്നെ തളർത്തുന്നു. അയ്യോ, തളർന്ന് വീഴരുതേ. ശുദ്ധനിൽ ശുദ്ധൻ, പരമശുദ്ധൻ. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ പറ്റി പല അപഖ്യാതികളും ഈ ഓഫീസിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സാർ. വെരി ഗുഡ്. സാറിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന എന്നെ കൈമണി കൈമണി എന്നാണ് സാർ എല്ലാവരും വിളിക്കുന്നത്. മാനേരി സാറിന് ചേങ്കലമണി എന്ന്. അത് കൊള്ളാമല്ലോ. ആ ജീപ്പും കൊടുത്ത് രാമനെ കോട്ടയത്ത് അയച്ചോ? അയച്ചിട്ടുണ്ട് സാർ. സഹായത്തിന് നമ്മുടെ പിയൂൺ സാനന്ദനെ കൂടെ അയച്ചിട്ടുണ്ട്. ശരി. അപ്പോ ആ മാനേജരും അക്കൗണ്ടന്റും കൂടെ ചില്ലറ അക്രമമാണോ കാണിക്കുന്നത്? അത് നിനക്കെന്തോ വേണം? നീ ആരാ ശ്രീനാരായണോ? പൂച്ചക്ക് എന്താന്നാ പൊന്നെടുക്കുന്നിടത്ത് കാര്യം. നമ്മളായി നമ്മുടെ കാര്യമായി. എന്നാലും അനീതിക്ക് വലിയവർ അവരെ മിണ്ടാതിരിക്കാ തീർക്കാം. എനിക്കിത് എന്റെ ദേഷ്യം വരുന്നു.
ദിവസമായി ഞാൻ അമ്മാവനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കാൻ. എന്നോട് സംസാരിക്കാൻ നിനക്ക് നേരം നോക്കണം. ഇതങ്ങനെ ഒരു നിസ്സാര കാര്യമല്ല. എനിക്കെല്ലാം നിസ്സാരമാണ്. ഞാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കും, അല്ലാതെ എന്താ? ഞാനൊരു ഒറ്റ തടിയാണ്. എനിക്ക് അച്ഛനും അമ്മയുമില്ല, കൂടപ്പുറപ്പുകളുമില്ല. പരിചയമായ ദിവസം തൊട്ട് ഞാൻ നിങ്ങളെയാണ് അമ്മാവാന്ന് വിളിക്കുന്നത്. അമ്മാവിന്റെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരാമോ? നീ കാര്യമായിട്ട് ചോദിക്കുകയാണ്? അതെ, എനിക്ക് ശാരദയെ വലിയ ഇഷ്ടമാണ്. ഒരു പണമട പൊന്നോ ഒരു രൂപയോ നീ എന്റെ കയ്യിൽ നിന്ന് മോഹിക്കണ്ട. അമ്മ, എനിക്ക് ശാരദയെ മാത്രം മതി. വരട്ടെ, നമുക്ക് സാവധാനത്തിൽ ആലോചിക്കാം. ഇനി തരൂ, ഞാൻ പറിച്ചു തരാം. കുഞ്ഞിന്റെ പേരയ്ക്ക് അത്ര ഇഷ്ടമാണോ? എനിക്കല്ല ശാരദേ, കൊച്ചേട്ടന്. കൊച്ചെന്തിനോ? അതെ, കൊച്ചേട്ടന് ഇന്നും കൊച്ചു കുട്ടിയാ. ആങ്ങളെ വന്നേ പിന്നെ കുഞ്ഞിനെ തീരെ കാണാൻ കിട്ടാതെ എത്ര ദിവസമായി നമ്മൾ തമ്മിലൊന്ന് കണ്ടിട്ടും മിണ്ടിയിട്ടുമൊക്കെ. പഠിക്കാൻ ഒരുപാടുണ്ട് ശാരദേ. ഇത് ഫൈനൽ ഇയർ അല്ലേ? പരീക്ഷയെ പറ്റി ഓർക്കുമ്പോൾ എന്റെ വയറ്റിൽ തീയാ. നോക്കൂ, ഈ നെക്ലേസ് എനിക്ക് വേണം. ഇത് മിനിക്ക് നല്ലപോലെ യോജിക്കും. ഇത് അവൾക്ക് ഇരിക്കട്ടെ. ഇതിന്റെ ബില്ലെഴുത്. ഇത് നീ എടുത്തോ. രണ്ടിലൊന്ന് അറിയാനാണ് ഞാൻ ഇന്ന് വന്നത്. നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? അച്ഛനപ്പുറത്തുണ്ട്. അതിന് ഞാനെന്ത് വേണം? എനിക്ക് വേറെ ഭയമൊന്നുമില്ല. പണ്ടെങ്ങാണ്ടോ പട്ടാളത്തിൽ നിന്ന് കിട്ടിയ മീശ വെച്ച് പറപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് ഞാൻ പേടിക്കുകയില്ല. ഈ നിമിഷം നീ എന്റെ കൂടെ വരണം. പോയി വേഗം മുണ്ടുമാറ്. അച്ഛൻ സമ്മതിക്കാതെ ഞാൻ വരത്തില്ല. എടി, ഞാൻ നിന്റെ അച്ഛനല്ല കല്യാണം കഴിച്ചത്, നിന്നെയാ. എടാ, നിന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ഭാര്യയെ കാണാനാവുന്നു. ആരുടെ ഭാര്യ? നാണം കെട്ടവരെ. ഭാര്യ വേണം പോലും ഭാര്യ. കള്ളും കുടിച്ച് മൂടും കുത്തി നടക്കുന്നവർ ഭാര്യ. കള്ളു പിടിച്ചത് എന്റെ കാശ് കൊടുത്താ തർക്കുത്തരം പറയുന്നു. പോടാ പണിക്കോട്ട്, പോടാ. നിന്റെ ഭാര്യ ഒന്നും ഇവിടെ ഇല്ല. എന്റെ മകളെ കൊലയ്ക്ക് കൊടുക്കേണ്ട ഗതിയോടൊന്നും വന്നിട്ടില്ല. ഇനി ആ പേരും പറഞ്ഞ് നീ ഇവിടെ വന്നാൽ അരിഞ്ഞു കളിക്കാൻ തന്നെ. ഞാൻ വേറെ പെണ്ണ് കെട്ടു. നീ പെണ്ണ് കെട്ടേ തൂക്കിച്ചാതെ എന്ത് വേണമെങ്കിൽ ചെയ്യും. എനിക്കൊരു ചുക്കുമില്ല. അയ്യോ, ഞാനൊക്കെ പേടിച്ചു പോയി. എങ്ങനെയുണ്ട്? കൊള്ളാം. വളരെ നന്നായിരിക്കുന്നു. ഇത് വാങ്ങിയതാണോ ചേട്ടാ? ഇത് കണ്ടപ്പോ നിനക്ക് ചെയ്യലുണ്ടോ? വാങ്ങിച്ചു. ചേട്ടൻ ഇതിന്റെ ജൂൽ ഷോപ്പിൽ പോയത്? ഞാനേ എന്റെ ഒരു ഫ്രണ്ടിന്റെ സഹോദരിയുടെ മാരേജ്, അതിന് ഓർണമെന്റ്സ് വാങ്ങുമ്പോ ഞാനും കൂടെ പോയി. നീ വീട് കാണട്ടെ. നാളെ അമ്പലത്തിൽ പോകുമ്പോ ഇടാം. എന്നാ പിടിച്ചു. അമ്മേ, അമ്മേ, എനിക്ക് ജോലി കിട്ടി. എവിടെയാ മോനെ? ഗവൺമെന്റ് ജോലി അമ്മേ. ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് മറ്റന്നാൾ തന്നെ ജോയിൻ ചെയ്യണം. എന്റെ ദൈവമേ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് അമ്മയുടെ പ്രാർത്ഥന ഫലിച്ചു. എനിക്കെല്ലാം കൊണ്ടും അനുയോജ്യമാണ് ഈ ജോലി. എൻ്റെ മേലധികാരിക്ക് എന്നെ വലിയ കാര്യമാണ്. എല്ലാം എൻ്റെ അമ്മയുടെ അനുഗ്രഹമാണ്. 1-2 മാസം കൂടി കഴിഞ്ഞ് അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് എൻ്റെ അമ്മയെ കാണാതിരിക്കാൻ വയ്യ. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ. 1-ാം തീയതി ശമ്പളം കിട്ടിയാലുടൻ മണി ഓർഡർ അയക്കാം എന്ന് സ്വന്തം മകൻ രതി. പ്രസാദം തരാമോ?
നിനക്ക് എന്നോട് ഇഷ്ടമാണോ എനിക്കറിയില്ല. കൊച്ചങ്ങനെ ഞാൻ അയ്യോ എന്റെ ഈശ്വര. ഞാൻ കൊച്ചങ്ങനല്ല, മോഹൻ, നിന്റെ മോഹൻ. നീ എന്നെ വിശ്വസിക്കൂ ശാരദ. ലവ്, എറ്റേണൽ ലവ്. ഇറ്റേണൽ ലവ് മണ്ണാൻ കട്ട. ജീവിതത്തിൽ ആദ്യം കാണുന്ന മനുഷ്യരോട് പറയേണ്ട വാക്ക് തന്നെ ഇത്. സ്നേഹമെന്ന വാക്കിനെ പോലും വഞ്ചിക്കുന്ന വർഗമല്ലേ നിങ്ങൾ? എഴുന്നേറ്റ് പോണം, ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകാൻ. Yes, come in. ഇനി ഇന്ന് വീട്ടിൽ പോകണ്ട, ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറയാം. No, no, I must go. മിനി കാത്തിരിക്കും. ഇന്നിനി പോകണ്ട ബോസ്, പ്ലീസ്. I am sorry, darling. മാറ്റ് വീട്ടിൽ കൊണ്ടാണ്. നോ നോ. നീ ഇങ്ങനെ നിർബന്ധം പിടിക്കരുത്. ബാസിന്റെ ഡിസിഷനാണ് നമ്മുടെ ഈ ഡിസിഷൻ. വി ആർ ഹീസ് ഒബീഡിയന്റ് സർവന്റ്സ്. യെസ്. കൊച്ചേട്ടാ, കൊച്ചേട്ടാ, കൊച്ചേട്ടൻ എന്താ എത്ര വൈകിയത്? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നെന്നറിയാമോ? ഊണ് കഴിക്കുന്നില്ലേ? വേണ്ട, എന്താ ഒരു ഡിന്നർ ഉണ്ട്. ഡിന്നറോ? ആ, നീ പോയി. കുഞ്ഞിനെന്തും ഉണ്ടാക്കും. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? നിനക്കെന്താ വയറ്റുവേദന എടുക്കുന്നു? കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുന്നു. നേരം പാതിയായി അറിയാവും. കിടന്നുറങ്ങും. കണ്ടില്ലേ? എന്റെ കോളേജിലെ ബോയ്സിന് യാതൊരു മര്യാദയില്ല ഡാഡി. അയാൾ നിന്നെ ഡയലമ്മ. എന്തുണ്ടായി മോളെ? അവരെപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നു ഡാഡി. ഐ ഫീൽ ഷൈ. ചെറുപ്പക്കാരല്ലേ, ചില തമാശകളൊക്കെ കാണും. അതല്ല ഡാഡി, കോളേജിൽ പുതുതായി വന്ന കമ്മീഷൻ ലെക്ചറർ പോലും എന്നെ തുറിച്ചു നോക്കും. ഡോക്ടറുടെ മകൻ മുരളിയുടെ കണ്ണ് ഏത് സമയത്ത് എന്റെ മുഖത്താണ്. എന്റെ മോളൊരു കാര്യം ചെയ്യും, മേലാൽ ആരുടെ മുഖത്തും നോക്കണ്ട. ഞാൻ അവരെ നോക്കാതിരുന്നാൽ എന്നെ അവർ നോക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ എങ്ങനെ അറിയും ഡാഡി? May I come in, sir? Yes, come in. Hello, Mr. Devi. I am waiting for you. ഇതാണ് ഞങ്ങളുടെ ഓഫീസിൽ പുതുതായി വന്ന ജൂനിയർ എഞ്ചിനീയർ മിസ്റ്റർ രവീന്ദ്രനാഥ്. Glad to meet you. സാറ് വിളിച്ചതായി അറ്റൻഡർ വന്നു. ആ, ഒരു ഡിസൈൻ ചെക്ക് ചെയ്യാനുണ്ട്. ഞങ്ങളുടെ ബ്രാഞ്ച് കനാലിലെ വില്ലേജ് റോഡിന്റെ ഫ്രണ്ടാണ്. ശരി സാർ, ഞാൻ ഇന്ന് തന്നെ ചെക്ക് ചെയ്ത് കൊടുത്തേക്കാം. ഓ, ധൃതിയില്ല. Take your own time. നമുക്ക് അപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. ഐസി. അപ്പൊ വലിയ ഭാരതങ്ങളൊന്നുമില്ല. അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും, ഞങ്ങളെ സഹായിക്കാൻ ദൈവവും. ഇതാണ് ഞങ്ങളുടെ കൊച്ചിലോകം. ഐ ലൈക്ക് യു വെരി മച്ച്. അപ്പോ സമയം കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ വരണം. തീർച്ചയായും വരാം സാർ. ഓ, ഞാൻ ഇറങ്ങട്ടെ സാർ. ഓക്കെ. ഹീസ് എ വെരി ഗുഡ് ബോയ്. നല്ല ക്യാരക്ടറുള്ള പയ്യൻ. എനിക്ക് ആരെ ഇഷ്ടപ്പെട്ടതേ ഇല്ല. He has an awkward look. Silly, you are a silly girl. എടീ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ കൂടെ വരുന്നോ ഇല്ലയോ? കാണാപ്പാടം പഠിച്ചതുപോലെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അത് കൊള്ളാം. ഞാൻ നിന്റെ ഭർത്താവ്, നീ എന്റെ ഭാര്യ. അപ്പോൾ ഞാൻ വിളിച്ചാ വരണോ വേണ്ടയോ? എനിക്ക് അവിടെ വന്ന് കിടന്ന് ഇടിയും തൊഴിയും കൊള്ളാൻ സാധ്യമല്ല. അഥവാ ഞാൻ സമ്മതിച്ചാലും എന്റെ അച്ഛൻ സമ്മതിക്കില്ല. നീ നിന്റെ ഒരച്ഛനും. എനിക്ക് അയാൾ പുല്ലാണടി, പുല്ല്. ആ, പോയാ നിൽക്കവിടെ. നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്നെ നിന്റെ തന്ത ഞാൻ കഷമായിട്ട് അറിഞ്ഞത്. എന്താണ് നീ പറഞ്ഞത്? ഈ പ്രദേശത്തേക്ക് നീ ഇങ്ങനെ കണ്ടുപോയിട്ടിരിക്കണ
എന്റെ ഈശ്വര, നീ എങ്ങനെ ഇങ്ങനെയായി? അങ്ങനൊരു മകനാണോ? Yes, ഇതാണ് വേൾഡ്. Fatherless, motherless, independent and sincere love towards LSD. ആരാണി മദാമ്മ? ഇവളും എന്നെ പോലെ സഞ്ചാരിയാണ്. ഡാർലിംഗ്, how is my darling? നാണുള്ളേ, ഇവരെ വൃത്തിയായി കുളിപ്പിച്ച് ഒരു മുറിക്കകത്തിട്ട് കൂട്ടിയേക്കണം. വെളിയിലെങ്കിലും വിടരുത്. നടക്കടാ. നമുക്ക് കുളിക്കാൻ വാ. What? കുളിയോ? No കുളി. Do you കുളി? No. Only sunbath. പിന്നെ മുറിക്കകത്തിട്ട് പൂട്ടിക്കും. അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങള് പലരും പല സ്ഥലത്തും മുറിക്കകത്തിട്ട് പൂട്ടിയിട്ടുണ്ട്. അതാ ഞാൻ മുറിക്കകത്ത് പോയി. അതാ. കുഞ്ഞെ, അനിയത്തി കുഞ്ഞ് പ്രസവിച്ചെന്നും പറഞ്ഞ് വീട്ടിൽ നാളെ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ വരെ ഒന്ന് പോട്ടെ കുഞ്ഞെ. ജാനുമ്മ പോയാ പിന്നെ അടുക്കള ജോലിക്ക് ഇവിടെ ആരുണ്ട്? പുറം ജോലിക്കല്ലേ ഇവിടെ പിള്ളേരുണ്ടല്ലോ. പോരാത്തതിന് ഞാൻ ആ രാമനാഥന്റെ മോളെ കൂടെ വിളിച്ചൂടെ നിർത്തിയിട്ട് പോവാം. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ഒന്ന് പോയി തരട്ടെ. അതും ശരിയാ. ശാരദയാണെങ്കിൽ എനിക്കും ഒരു കൂട്ടായി. ചേച്ചിക്ക് ഇപ്പോഴും വാസുചേട്ടന് ഇഷ്ടമാണോ? അദ്ദേഹം എത്ര ചീത്തയാണേലും എന്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യനില്ല. അച്ഛനും വാശി, വാസുചേട്ടനും വാശി. രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് നേരുന്നതും എന്റെ ചേച്ചി. വളരെ ദേഷ്യത്തിലാണെന്ന് വാസുചേട്ടൻ പോയത്. വല്ല കടുങ്കയും കാണിച്ചു കളയുമോ എന്തോ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ശാരദ? എല്ലാം എന്റെ വിധിയാണ്. ചേച്ചി കഞ്ഞി കുടിക്കൂ. ഹായ് രവി. എന്താ തനിച്ച്? തനിച്ചായതുകൊണ്ടല്ലേ ഞാൻ രവിയുടെ അടുത്തേക്ക് വന്നത്. യു ആർ വെരി ഹാൻസം. രവി സുന്ദരനാണ്. ഐ ലൈക്ക് യു വെരി മച്ച്. ശ്രീദേവി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് BA-ക്ക്. എന്റെ കോളേജിലെ ബോയ്സ് എല്ലാം മര്യാദ കെട്ടവരാണ്. രവിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യശാലിയാണ്. കുറച്ചു മുൻപ് ആരോടോ സംസാരിക്കുന്നത് കണ്ടല്ലോ, ആരാണ്? അതോ, അതെന്റെ കസിനാണ്. വെറും ഒരു ഇഡിയറ്റ്. എനിക്ക് അയാളെ ഇഷ്ടമേ അല്ല. നേരം വളരെയായി, ഞാൻ പോകട്ടെ. ഞാനും വരുന്നു, നമുക്കൊന്നിച്ചു പോകാം. ഞാൻ ആ വഴിക്കാ പോകുന്നു. നാണുള്ളേ, ആ സിഗരറ്റ് എടുത്തോളൂ.
give you. Bye bye. Hare Rama, Hare Krishna, Hare Rama, Hare Krishna, Hare Mama, Hare Krishna. മിസ്റ്റർ രവിയെ ഞാൻ എത്ര ദിവസമായി അന്വേഷിക്കുന്നു. വരൂ, ലോഡ്ജിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശ്രീദേവി പോയിക്കോളൂ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. എന്താ, എന്റെ കാറിൽ വന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? അതുകൊണ്ടല്ല. രവി വരുന്നില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. വരൂന്ന്, എന്റെ രവിയല്ലേ. പ്ലീസ് വരൂ. ഞാൻ എത്ര കത്തുകൾ അയച്ചു, ഒരെണ്ണത്തിന് പോലും മറുപടി അയച്ചില്ലല്ലോ. മറുപടി അയക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയില്ല. തുറന്നു പറയുന്നതിൽ തെറ്റിദ്ധരിക്കുക. ശ്രീദേവിയുടെ ഈ സ്വഭാവം മാറ്റണം. ശ്രീദേവി ഒരു വലിയ മനുഷ്യന്റെ മകളാണെന്നുള്ള കാര്യം മറക്കുക. എന്താ, സ്നേഹിക്കുന്നത് തെറ്റാണോ? ഇല്ല, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ സ്നേഹിക്കാം, പക്ഷെ ലോകത്തുള്ള പുരുഷന്മാരെ മുഴുവനും സ്നേഹിക്കുന്നത് ശരിയല്ല. രവി ഇത്ര പഴഞ്ഞനായി പോയല്ലോ. എനിക്ക് മാരേജ് എന്ന് കേട്ടാലേ ദേഷ്യമാണ്. ജീവിതകാലം മുഴുവൻ ഒരു സ്ത്രീ ഒരു പുരുഷനോട് കൂടി മാത്രം ജീവിക്കുക എന്ത് ബോറടിയാണ്. ചേച്ചേ, ആക്ച്വലി there is no fun. കാർ നിർത്തൂ, നിനക്ക് ഭ്രാന്താണ്. വിവരമില്ലാത്ത പെൺകുട്ടി. നിർത്താനാ പറഞ്ഞത്. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ജോലി സമ്പാദിച്ചത്. You are insulting me. നിങ്ങൾ എന്നെ അവമാനിക്കുകയാണ്. ഞാൻ എന്റെ ഡാഡിയോട് പറഞ്ഞു കൊടുക്കും. നമ്മൾ എന്നാ ഊട്ടിയിലേക്ക് പോകുന്നത്? സാവധാനത്തിലൊക്കെ പോവാം. ആദ്യം എല്ലാം വേഗത്തിലായിരുന്നു, ഇപ്പൊ എല്ലാം സാവധാനത്തിലായി. I am not feeling well. You please go to your seat. Yes. കേശാലങ്കാരം ഒന്നാം തരമായിരിക്കും. ശാരദ ഒരു കലാകാരി കൂടിയാണല്ലോ. ശാരദയ്ക്ക് നല്ല സൗന്ദര്യബോധം ഉണ്ട് ചേട്ടാ. മുറിയെല്ലാം എന്ത് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു, കണ്ടില്ലേ? ആ, ഒരു ദിവസം കൊണ്ട് ഇത്രയും മാറ്റം. അപ്പൊ ശാരദ എന്നിവിടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ ചതിക്കരുത്. എന്നെ വിശ്വസിക്കൂ, നിന്നെ ഞാൻ കല്യാണം കഴിക്കും. എന്റെ സ്നേഹം നിഷ്കളങ്കമാണ്. പണവും പദവിയും എല്ലാം വലിച്ചെറിഞ്ഞ് ഞാൻ നിന്നോടൊപ്പം ഇറങ്ങി. പരിപാടികൾ അവസാനിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് മൂഢസ്വർഗം എന്ന ചലച്ചിത്രത്തിന്റെ ശബ്ദരേഖ. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. ജയ് ഹിന്ദ്. വലിയ പൂ കണ്ട് ഭ്രമിക്കില്ലേ കൊച്ചെ. നിറമ കാണുള്ളൂ, ചിലപ്പോ മണം കാണിയല്ല. പ്രസവമൊക്കെ കഴിഞ്ഞോ? എന്റെ കുഞ്ഞെ, ഞാൻ എത്ര പ്രസവം കണ്ടവളാ. പക്ഷെ ഇങ്ങനെ ഒരു പ്രസവം നേരത്തോട് നേരമാ നോള നിന്നത്. എന്നിട്ട് നേരെ ഒരു പെറ്റോ അതുമില്ല. ഒടുവിൽ ആശുപത്രിയിലെ ഒന്നാമൻ വന്ന വയറ് കയറി ആ കൊച്ചിനെ എടുത്തത്. എന്നിട്ട് പിതൃക്കളുടെ നേര് കൊണ്ട് രണ്ടും രണ്ട് പാത്രമായി. എന്റെ കാവിലമ്മേ, പെൺപിള്ളേർക്ക് ഗർഭമുണ്ടായി എന്നറിഞ്ഞാൽ എനിക്ക് വഴിയാവില്ല. സുഗന്ധി കാറിൽ കാത്തിരിക്കുന്നു. ഫിലിം കാണാൻ പോകാന്ന് പറഞ്ഞിരുന്നു. ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കും. അപ്പം ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്തത്? പക്ഷെ മാത്യൂസ്, യെസ്. ഒരു സിനിമ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ കാണാൻ എനിക്ക് ഇഷ്ടമില്ല. ബോറടി. സാറിന്റെ അഭിരുചി എനിക്കറിയാം. ഐ ആം യുവർ ഒബീഡിയന്റ് സർവന്റ്. ആ മാർഗരറ്റിന്റെ സീറ്റ് നിങ്ങളിരിക്കുന്ന ഹാളിലേക്ക് മാറ്റി എന്റെ റൂമിൽ ഞാൻ തനിച്ചു മതി. അതും ശരിയാണ്.
അപ്പോ ഒരു പുതിയ ടൈപ്പിസ്റ്റിനെ ആ ഇപ്പൊ പുതിയ അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട. വേണമെന്നുള്ളപ്പോ ഞാൻ പറയാം. എല്ലാം വാസിന്റെ ഇംഗിതം പോലെ. എന്താ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? നിങ്ങളുടെ കൊച്ചുങ്ങൾ തന്നെയാണ്. ദിവസവും എത്ര പെണ്ണുങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഞാൻ കുറച്ച് ദിവസമായിട്ട് കുഞ്ഞിനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ ജാനുമ്മേ? ഞാൻ പറഞ്ഞാൽ കുഞ്ഞിനെല്ലാം തോന്നുമോ എന്ത്? കാര്യം എന്താണെന്ന് തുറന്നു പറയണം. പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ആർക്ക്? നമുക്ക് എല്ലാവർക്കും തന്നെ. നാട്ടുകാരെന്തൊക്കെ പറയണമെന്നറിയാം. ജാനുമ്മ എന്താ കാര്യം തുറന്നു പറയാത്തത്? ഞാൻ മോഹൻ കുഞ്ഞിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. പണമുള്ള ചെറുപ്പക്കാര് ചെളി കണ്ടാൽ ചവിട്ടും, വെള്ളം കണ്ടാൽ കഴുകും എന്ന് പറയാറുണ്ട്. നമ്മുടെ മോഹൻ കുഞ്ഞ് ചെളിയിൽ ചവിട്ടിയിട്ട് ചെളിയിൽ തന്നെയാണ് കാല് കഴുകുന്നത്. ജാനുമ്മേ, എത്ര പെൺപിള്ളേരെയാണെന്നോ കണ്ണീര് കുടിപ്പിക്കുന്നത്. മലക്കറി ചന്തയിൽ പോലും ഇത് പാട്ടാണ്. നിർത്ത്. ഇനി ഒരക്ഷരം മിണ്ടിപ്പോവരുത്. നന്ദി കെട്ട സ്ത്രീ. ചോറ് വരുന്ന കയ്യിലാണ് കടിക്കുന്നത് അല്ലേ? എന്റെ കൊച്ചേട്ടനെ പറ്റി എനിക്കറിയാം. ലോകം മുഴുവനും അദ്ദേഹത്തെ കുറിച്ച് അപവാദം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. അതാ വരുന്നത് നമ്മുടെ റോമി മോഹന്റെ പെങ്ങളല്ലേ? അത് നല്ല ഇന്ന് എന്താ നടന്ന്? കാറ് വന്നില്ലായിരിക്കും. നടന്നും പോവും. ചേട്ടന്റെ പെങ്ങള് തന്നെ. ആ നടത്തര കാളെ കേട്ടാൽ അറിയാം. അവനാണ് സാക്ഷാൽ ഭാഗ്യവാൻ. നമുക്കെല്ലാം ഒരു ദിവസം 24 മണിക്കൂറല്ലേ ഉള്ളൂ. എന്നാലും അവന്റെ പെങ്ങളല്ലേ, ഗുണം കാണിക്കാതിരിക്കും. അയ്യോ, അവന്റെ ഒരു കുഞ്ഞെന്തിനാ കരയുന്നത്? എന്തുണ്ടായി? എന്താ? ഞാൻ എങ്ങനെ കരയാതിരിക്കും? എന്റെ ജീവിതത്തിൽ കൊച്ചേട്ടനല്ലാതെ മറ്റാരും എനിക്കില്ല. കൊച്ചേട്ടന്റെ നന്മയും തിന്മയും എന്നെയാണ് ബാധിക്കുക. കൊച്ചേട്ടൻ എന്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നു. എനിക്കെല്ലാം വാങ്ങിച്ചു തരുന്നു. പക്ഷേ ഇതെല്ലാം എനിക്കറിയാം കുഞ്ഞ്. ഇതെല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയാണ് ഈ കഴിവ്. ഇത് വിധിയാണ്, അല്ലാതെ എന്തു പറയാനാണ്? ബുദ്ധിയില്ലാത്തവനെ ഗുരുദോഷിച്ച് നന്നാക്കാൻ ശ്രമിക്കാം. മോഹൻ കുഞ്ഞ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുകയാണ്. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനൊക്കുമോ? കൊച്ചേട്ടനെ പറ്റി ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇത് ശരിയായിരിക്കുമോ? എങ്ങനെ വിശ്വസിക്കാം? കുഞ്ഞെ, തീയില്ലാതെ പുക എങ്ങനെ ഉണ്ടാവും? അദ്ദേഹത്തിന്റെ ഈ പോക്ക് അത്ര ശരിയല്ല. എന്ത് ചെയ്യാം? ഏതായാലും ഈ കാര്യത്തെ പറ്റി ഇന്ന് ഞാൻ കൊച്ചേട്ടനോട് സംസാരിക്കും. എങ്ങനെ സംസാരിക്കാൻ? അദ്ദേഹം വന്നു. മിനി, മിനി,
മുഴുവൻ വന്നിരുന്നു. എല്ലാം ഫോറിൻ ഷെഫ് കൊണ്ടുവന്ന എല്ലാം ഞാൻ വാങ്ങി. ഇനി നിന്റെ കല്യാണത്തിന് കുറെ നല്ല സാരികൾ വാങ്ങും. എന്റെ കല്യാണമോ? ആ, നിന്റെ കല്യാണത്തിന്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അന്ന് ഈ വലിയ വീട് മുഴുവൻ വൈദ്യുത ദീപങ്ങൾ കൊണ്ട് പ്രകാശിക്കണം. 7 നിലയുള്ള പന്തൽ, പൂക്കൾ കൊണ്ട് പൊതിഞ്ഞ കതിർമുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ നർത്തകിയുടെ ഡാൻസ്, ഏറ്റവും വലിയ നാസുര വിദ്വാന്റെ കച്ചേരി. ഈ നാട് മുഴുവൻ കിടക്കണം. എന്താ പറഞ്ഞൂടെ? അങ്ങനെ വേണേ. ആ, നീ ഇതെല്ലാം എടുത്ത് അതുകൊണ്ടൊക്കെ എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം. സാറിനെ വിളിച്ചത് ഈ മെഷർമെന്റ് നിങ്ങളല്ലേ ചെക്ക് ചെയ്തത്? അതെ. കൈക്കൂലി വാങ്ങിക്കൊണ്ട് മെഷർമെന്റ് തിരുത്തി അല്ലേ? കൈക്കൂലിയോ? ഞാൻ കൈക്കൂലി വാങ്ങിയെന്നു? സാർ എന്താണ് ഈ പറയുന്നത്? അഭിനയമൊന്നും വേണ്ട, നല്ല പിള്ള ചുമയുകയും വേണ്ട. നിങ്ങൾ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് കാണിച്ച് 3 കോൺട്രാക്ടർമാർ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇത് വഞ്ചനയാണ്, ചതിയാണ്. പട്ടിണി കിടന്ന് മരിച്ചാൽ പോലും ഞാൻ കൈക്കൂലി വാങ്ങുകയില്ല. പ്ലീസ് ക്ലിയർ ഔട്ട്. നിങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ ചീഫ് എഞ്ചിനീയർ തീരുമാനിച്ചു. മനസ്സിലായി. ഇത്രയും വേണ്ടിയിരുന്നില്ല സാർ. നിങ്ങളുടെ മകളുടെ കളിപ്പാട്ടമാക്കി എന്നെ എറിഞ്ഞുടച്ചു കളഞ്ഞല്ലോ. ദൈവം ഇത് പൊറുക്കുകയില്ല. എന്റെ കുഞ്ഞ് ഇത്രയും വേണ്ടായിരുന്നു. ആ കൊച്ചെ എന്ത് തെറ്റ് ചെയ്തു? അയാൾ ആരാണ്? കാമദേവനോ? എന്റെ അച്ഛന്റെ കീഴിൽ ജോലി നോക്കുന്നവൻ. ഞാൻ പറഞ്ഞത് കേൾക്കണം. എന്നാലും വലിയ നഷ്ടമായി പോയി. എടോ നാടുപിള്ളേ, തനിക്ക് എത്ര വയസ്സായി? അയ്യോ കുഞ്ഞെ, എന്റെ വയസ്സെന്നാണോ അപ്പൊ ചോദിച്ചു? എന്റെ ജോലിയും വെള്ളത്തിലാക്കല്ലേ. കൊച്ചേട്ടാ, കൊച്ചേട്ടാ, കൈക്കൂലി വാങ്ങിയതിന് രവിയെ സസ്പെൻഡ് ചെയ്തെന്ന്. കൈക്കൂലി വാങ്ങിയത് വേറെ വല്ല രവിയായിരുന്നു. ഇതാ, കൊല്ലം സ്വദേശിയായ ആ രവീന്ദ്രനാഥൻ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ചേട്ടനല്ലേ പറഞ്ഞത് അയാൾ ദൈവത്തിന്റെ അവതാരമാണെന്ന്? ദൈവം ഇപ്പോൾ കൈക്കൂലി വാങ്ങി തുടങ്ങിയോ ചേട്ടാ? അവനെ ആരും ചതിച്ചാണ്. ഇത് താങ്ങാനുള്ള ശക്തി അവനുണ്ടാവില്ല. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. എനിക്ക് വേഗമായിട്ട് പോ. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. സസ്പെൻഷന് മണ്ണാൻ കെട്ടി. നിന്റെ ഉദ്യോഗം വലിച്ചെറിയേ. നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നതാ. എന്റെ പൊന്നു കുഞ്ഞെ, അവനെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ട് പോ. അവന്റെ മനസ്സെങ്കിലും ഒന്ന് തണുക്കട്ടെ. ഒന്നും പറയാനൊന്നും വേണ്ട. പറയുന്ന ഗണിക്ക്. അമ്മേ, എവിടെ ഡ്രസ്സ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു തന്നെ. അല്ലെങ്കിൽ ഡ്രസ്സൊന്നും വേണ്ട, നീ വാ നോക്കിപ്പോ. മോഹൻ, നീ എന്തായി പറയുന്നത്? മലയാളം. നിനക്ക് വേണ്ടി ഞാൻ വരാം. ഓ, ആര്യപുത്രൻ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നള്ളിയാൽ മതി. മിനി, ഇതാണ് എന്റെ അനിയത്തി മിനി. നിനക്ക് അറിയാം? അറിയും. കുഞ്ഞുകാരെ, ഔട്ട് ഹൗസ് വൃത്തിയാക്കിയെടുക്കും. AC ചീത്തയായി കിടക്കാണല്ലേ? അതെ, ഉടനെ റിപ്പയർ ചെയ്യും. ആ, ശരിയാക്കും. എനിക്ക് AC ഒന്നും വേണ്ട. നീ മിണ്ടായിരിക്കട. ഞാൻ നിന്നോട് പറഞ്ഞില്ല ഞങ്ങളുടെ കൂടെ വീട്ടിൽ താമസിക്കാമെന്ന്. അപ്പോ ഒരു ദുരഭിമാനം. അയ്യോ, അതുകൊണ്ടല്ല, ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് എനിക്കിഷ്ടം. ഓ, ഇയാൾ വലിയ യോഗിയായിരിക്കും. ഒന്ന് വെറുതെ ഇരിക്കടാ. ഞാൻ പോയി കാപ്പി കൊണ്ടുവരട്ടെ. നിൽക്ക്. നിന്നോട് പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ രവിയെ നമ്മുടെ കമ്പനിയുടെ ജനറൽ മാനേജരാക്കി നിയമിച്ചിരുന്നു. നിനക്കതിൽ വിരോധമൊന്നുമില്ലല്ലോ. എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരന് കിട്ടിയല്ലോടാ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ എഞ്ചിനീയറുടെ മകള് മൂക്കൊണ്ട് ഹരിശ്രീ എഴുതി. ഞാൻ ഇവിടെ ജോലിയിൽ ഇരിക്കും, അയാൾ പുറത്തു പോകും. അല്ല ശാരദേ, നീ ഇവിടെ ഇരിക്കുകയാണോ? നിനക്ക് എന്ത് പറ്റി? നീ കരയുവാണോ? എന്താ? ഒന്നുമില്ല. എന്നോട് തുറന്നു പറ കുഞ്ഞ്,
എന്നോടല്ലാതെ നീ വേറെ ആരോട് പറയൂ? എനിക്കൊന്നുമില്ല ചേച്ചി. ഒരു തലവേദന. തലവേദനയും മനോവേദനയും തിരിച്ചറിയാവുന്ന ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അച്ഛൻ സദാനന്ദന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണോ നീ വിഷമിക്കുന്നത്? എനിക്കിഷ്ടമില്ലെങ്കിൽ അയാളെ കെട്ടണ്ട. ഞാൻ അച്ഛനോട് പറയാം. കാര്യമൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? എങ്കിപ്പോ ഇവിടെ എന്തിനാ ഇരിക്കുന്നത്? എന്നിട്ടൊന്ന് കഞ്ഞി കുടിക്ക്. വിളമ്പ് വെച്ചിട്ട് 1 മണിക്കൂറായി. വാ. സ്റ്റെനോഗ്രാഫർ വിളിക്കും. വന്നിട്ടില്ല സാർ. സമയം 11 കഴിഞ്ഞല്ലോ. ഇതാണോ പതിവ്? അതെ സാർ, 11നും 12നും ഒക്കെയാണ് മിസ് മാർഗരറ്റ് വരാറുള്ളത്. അക്കൗണ്ടന്റിനെ വിളിക്കും. ശരി സാർ. സാർ, എനിക്ക് ആ ഓഡിറ്റേഴ്സ് ഫയൽ ഒന്ന് കാണണം. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റും വേണം. പിന്നെ ചെക്ക് ബുക്കും ലെഡ്ജറും ഒക്കെ അപ് ടു ഡേറ്റ് ആണല്ലോ അല്ലേ? വാട്ട്സ് ഓൾ ദീസ് നോൺസെൻസ്? കഴിഞ്ഞ 2 ദിവസമായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. അക്കൗണ്ട്സിന്റെ കാര്യം പറയുമ്പോൾ അപ്പ് എന്നും ഡൗൺ എന്നും പറഞ്ഞ് നിന്ന് വിറയ്ക്കും. വാട്ട് ഹാപ്പൻ ടു യു? ഞാൻ ഒരു പാവമാണ് സാർ. പെട്ടെന്ന് ഭയപ്പെടുന്ന പ്രകൃതക്കാരനുമാണ്. ഭയപ്പെടാറാവുന്നതേ ഉള്ളൂ. ഞാൻ അക്കൗണ്ട്സ് നോക്കി തുടങ്ങിയതല്ലേ ഉള്ളൂ. പോയി ഫയൽ എടുത്തോളണം. പോണം. കുഞ്ഞെ, നാമനില്ല കളരി പോലെ ആയിരുന്നല്ലോ നമ്മുടെ ആപ്പീസ്. ഇപ്പൊ അതെല്ലാം മാറി. എന്താ കുഞ്ചു നേരെ? രവി സാറ് എല്ലാരും പിടിച്ചങ്ങ് കുടഞ്ഞു കളഞ്ഞു. വന്ന പാടെ ആ കണക്കുകളെല്ലാം അങ്ങ് പരിശോധിച്ചു. ഇപ്പൊ രവി സാറിനെ കണ്ടാലേ മാനേജർക്കും അക്കൗണ്ടിനും ഈ മലേറിയ പിടിച്ച് തുള്ളുന്നവരെ നിന്ന് തുള്ളു. ഏതായാലും അയാൾക്ക് പവർ ഓഫ് ആറ്റോണി കൊടുക്കേണ്ടിയിരുന്നില്ല. എന്നെ പോലെ അയാൾക്ക് സംശയമാണ് സാർ. ഒരു ചെക്ക് ഒപ്പിടാൻ പറഞ്ഞാൽ ഫയൽ പരിശോധിക്കട്ടെ എന്ന് പറയും. നെവർ മൈൻഡ്, എല്ലാം ശരിയായിക്കോളും. രവി വലിയ കണിശക്കാരനാണ്. ഹീസ് വെരി സ്ട്രിക്റ്റ് ആണോ? ബട്ട് ഐ ആം യുവർ ഒബീഡിയന്റ് സർവന്റ്. ഞാൻ എന്നെ പോലെ ശുദ്ധരെ സംശയിക്കുന്നത് കഷ്ടമല്ലേ സാർ? മിസ്റ്റർ മാത്യു, വിഷമിക്കേണ്ട. ഞാൻ രവിയോട് പറയാം. യെസ്, യു ക്യാൻ ഗോ. യെസ് സർ. എന്താ ശാരദ? എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല. ഒരു തലചുറ്റ്. തലചുറ്റല്ലോ? കുറെ ദിവസമായല്ലോ തുടങ്ങിയിട്ട്. എന്താ അവിടെ? ഒന്നുമില്ല അച്ഛാ. നിന്റെ കുറെ തൊഴിലാളികളും തൊഴിലാളി പ്രശ്നവും നീ തന്നെ അങ്ങ് പരിഹരിച്ചോടെ. അത് മതിയോ? മതിയുടെ പറയുന്നതൊക്കെ പിടിക്കേ. കൊച്ചേട്ടാ, ഓ, ഇന്നലെ പറഞ്ഞില്ലേ ആ പാട്ടിന്റെ കാര്യം? ഞാനതങ്ങ് മറന്നുപോയി. പാട്ടുകാരായിട്ട് ഇരിക്കല്ലേ. പിന്നെ ഇവർക്ക് കോളേജിൽ സംഗീത മത്സരത്തിൽ പാടാനും പാട്ട് വേണം. എല്ലാവരും സിനിമാ പാട്ടാണ് പാടുന്നത്. സിനിമാ പാട്ടല്ലാതെ നല്ലൊരു ലളിതഗാനം പാടിയാൽ സമ്മാനം എനിക്ക് തന്നെ കിട്ടും. ഒന്ന് പറഞ്ഞു വിടുകടേ. അയ്യോ, ഞാൻ പാട്ട് പാടിയിട്ട് ഒരുപാട് നാളായി. അത് സാരമില്ല, ഒന്ന് പാടിയാട്ടെ. മിനിക്കുഞ്ഞിന് സമ്മാനം കിട്ടുന്ന കാര്യമല്ലേ? പഴയ പാട്ടായാലും മതി, സിനിമാ പാട്ടാകരുതെന്നേ ഉള്ളൂ. ഒന്ന് പാടാൻ പറഞ്ഞപ്പോണ്ട് പാടില്ലേ? പറ. ആ, നീ ഇവിടെ ഇരുന്ന് കേക്ക്. ഞാനിത് കുറെ കേട്ട് ബോറടിച്ചതാ. എന്താ ശാരദ ഇത്? നീ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങിയാൽ? എന്താ ഇങ്ങനെ സ്നേഹമില്ല സംസാരിക്കുന്നത്? ഞാൻ എത്ര ദിവസം ഇവിടെ കാത്തു നിൽക്കുന്നു. കണ്ടിട്ടും കാണാത്ത മട്ട് പൊയ്ക്കളി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് വേണം? വേഗം പറയൂ. വല്ലതും കണ്ടാൽ മോശമാണ്. മോശമാകാൻ ഇനി ഒന്നും ബാക്കിയില്ല. ഞാൻ നശിച്ചു കഴിഞ്ഞു. അച്ഛനോട് ഉടൻ തന്നെ സംസാരിക്കണം. എന്ത് സംസാരിക്കണം? നമ്മുടെ വിവാഹ കാര്യം. വിവാഹമോ? ഞാൻ നിന്നെ വിവാഹം ചെയ്യാനോ? നിനക്ക് ഭ്രാന്തുണ്ടാവണേ? ഈശ്വര, അപ്പോൾ അന്ന് പറഞ്ഞതെല്ലാം. പുരുഷന്മാർ ആവശ്യമുള്ളപ്പോൾ പല പ്രതിജ്ഞകളും ചെയ്തു എന്ന് വരും. ബുദ്ധിയുള്ള സ്ത്രീകളെ വിശ്വസിക്കാറില്ല. ഞാനിന്ന് ഗർഭിണിയാണ്. പരിചയക്കുറവുകൊണ്ടാണ് നിനക്ക് ഇത്രയധികം പരിഭ്രമം. ഇതൊന്നും വലിയ കാര്യമല്ല. നിനക്ക് ഞാൻ കുറെ പണം തരാം. പണമോ? അപ്പോൾ ഇത് കരുതിക്കുട്ടിയുള്ള വഞ്ചനയായിരുന്നു അല്ലേ? ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? നിന്നെ ആ സദാനന്ദന് വിവാഹം കഴിക്കാൻ പോവില്ലേ? നീ വിഷമിക്കണ്ട. കല്യാണ ചെലവിന് ആവശ്യമുള്ള പണം ഞാൻ തരാം. പണമോ? നിങ്ങളുടെ പണം ആർക്ക് വേണം? കൊച്ചങ്ങുന്നേ, ഞാനൊരു സാധുവാണ്.
എന്നോട് ഈ ദ്രോഹം വേണ്ടായിരുന്നു. എന്റെ അച്ഛൻ ഇതറിഞ്ഞാൽ പിന്നെ ജീവനോട് എന്നെ വെച്ചേക്കല്ല. മാറി നിൽക്ക്, നീ പോകുന്ന നേരമായി. രണ്ടിലൊന്ന് എനിക്ക് ഇപ്പോൾ തന്നെ അറിയണം. മാറി നിൽക്കാനാണ് പറഞ്ഞത്. അങ്ങോട്ട് മാറി നിൽക്കുവന്നെ. വന്നിരിക്കുന്നു കല്യാണാലനും എവിടെയെങ്കിലും പോയി കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഞാനാണ് ഉത്തരവൻ. മാറി നിൽക്ക. കൊലക്ക. ദ്രോഹി. എന്താണ് നിന്റെ മുഖത്തൊരു വിഷമം? വളരെ ദിവസം കൊണ്ട് ഞാൻ ആലോചിക്കുകയാണ് കൊച്ചേട്ടനോട് ചോദിക്കണമെന്ന്. എന്താ? എന്ത് വേണം പറയൂ. പുതിയ ആഭരണങ്ങൾ വല്ലതും വാങ്ങിക്കണം? പുതിയ സാരികളും പുതിയ ആഭരണങ്ങളും മാത്രമല്ല കൊച്ചേട്ടാ, ഒരു സഹോദരിക്ക് ആവശ്യം. അല്ലല്ല, എനിക്കറിയാം. അതിസുന്ദരനും അനുയോജ്യനുമായ ഒരു ഭർത്താവിന് വേണം. അതുണ്ടാക്കുന്ന ചുമതലയും ഈ കൊച്ചേട്ടനേറ്റിരിക്കുന്നു. എന്താ? കുടിച്ചും കൊലരായ്മകൾ കാണിച്ചും നടക്കുന്ന ഒരു മനുഷ്യന്റെ സഹോദരി. അവൾ എത്ര പണക്കാരിയായാലും അന്തസ്സും അഭിമാനവുമുള്ള ഏത് പുരുഷനും അവളെ സ്വീകരിക്കാൻ മടിക്കൂലേ കൊച്ചേട്ടാ? മടിക്കും, നിശ്ചയമായും മടിക്കും. വാസ്തവത്തിൽ അങ്ങനെയുള്ള പെൺകുട്ടികളുടെ ഗതി വലിയ കഷ്ടം തന്നെയാണ് കുഞ്ഞു. അപ്പോ കൊച്ചേട്ടൻ അത് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് അല്ലേ? നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കൊച്ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, കൊച്ചേട്ടൻ കുടിക്കുമോ? കുടിക്കും. പിന്നെ കുടിക്കാതെ ജീവിക്കാനൊക്കോ? കാപ്പി, ചായ, പാല്, പാൽപ്പായസം, അങ്ങനെയെല്ലാം കുടിക്കും. ഞാൻ ഇന്നൊരു കൊച്ചുകുട്ടിയല്ല. എന്റെ മുഖത്ത് നോക്കി പറയണം, കൊച്ചേട്ടൻ മദ്യം കുടിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് നല്ല ചോദ്യം. എന്റെ അനിയത്തി, നീ ഇത്ര ശുദ്ധകരിക്കാരിയായി പോയല്ലോ. ആട്ടെ, ഞാൻ മദ്യം സേവിച്ചുകൊണ്ട് എന്തെങ്കിലും ഈ വീട്ടിൽ വരുന്നത് നീ കണ്ടിട്ടുണ്ടോ? പറയൂ. ഇല്ല. നമ്മുടെ അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടോ? അമ്മാവൻ മദ്യപിച്ചിട്ടുണ്ടോ? ഈ കുടുംബത്തിൽ കുറഞ്ഞ ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ? ഇത്ര അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബത്തിൽ പിറന്ന നിന്റെ കൊച്ചേട്ടൻ കുടിച്ചു എന്ന് നീ വിശ്വസിച്ചാൽ എന്റെ കാലക്കേടെന്ന് സമാധാനിക്കാനേ നിർത്തിയുള്ളൂ. കുടി മാത്രമല്ല, അതിന്റെ കൂടെ ബാക്കി ഒരു മൂത്ത സഹോദരന്റെ മുഖത്ത് നോക്കി പറയാൻ. മിനി, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇക്കാലത്ത് കൂടപ്പിറപ്പുകളെ കൂട്ടുതല്ലിക്കാനാണല്ലോ നാട്ടുകാർക്ക് രസം. പിന്നെ എന്തിനാണ് കൊച്ചേട്ടാ ഈ നാട്ടുകാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അറിയില്ലേ? ഞാൻ പറഞ്ഞുതരാം. അസൂയുണ്ട്. നമ്മൾ പണക്കാരാണെന്നുള്ള കണ്ണുകടിയുണ്ട്. ഞാൻ കൊച്ചേട്ടന്റെ വാക്കുകൾ വിശ്വസിക്കട്ടെ? വിശ്വസിക്കണം, നിശ്ചയമായും വിശ്വസിക്കണം. എനിക്ക് ലോകത്ത് നിന്നെ മാത്രമേ വിശ്വസിപ്പിക്കാനുള്ളൂ. എന്റെ കൊച്ചനീറ്റി വിഷമിക്കാതെ നിനക്ക് വേദന തോന്നുന്ന യാതൊരു പ്രവൃത്തിയും ഒരിക്കലും നിന്റെ കൊച്ചേട്ടൻ ചെയ്യില്ല. ഓക്കെ? വളരെ പാടുപെട്ട് മൂത്ത പെണ്ണിന്റെ കല്യാണം നടത്തി. അവന് ദിവസവും 10 രൂപ കയ്യിൽ കിട്ടിയാൽ 9 രൂപയ്ക്കും കുടിക്കും, 1 രൂപയ്ക്ക് ബീഡിയും വലിക്കും. എന്നിട്ട് ആ ചാരായത്തിന്റെ കെട്ട് വിടുന്നതുവരെ അവളെ എടുത്തിട്ട് അടിക്കും. രണ്ടാമത്തെ പെണ്ണിനെങ്കിലും ആ ഗതി വരരുതെന്നാണ് എന്റെ മോഹം. അക്കാര്യത്തിൽ അമ്മാവന് സംശയം വേണ്ട. ഞാൻ ശാലിയെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. നീ ചേച്ചിയോട് തുറന്നു പറഞ്ഞു. നിന്നെ ആരാണ് ചതിച്ചത്? എന്നോടത് ചോദിക്കരുത് ചേച്ചി. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയില്ല. ഞാനത് പറയാൻ പാടില്ല. എന്നാര് പറഞ്ഞു? പാവപ്പെട്ട ഒരു പെണ്ണിനെ പറഞ്ഞു പറ്റിച്ച് ഗർഭിണിയാക്കിയ ആ ദ്രോഹി ആരാണെന്ന് എനിക്കറിയണം. ഇല്ല, ഞാനത് പറയില്ല ചേച്ചി. ഇല്ല. എന്റെ ഭഗവതി, ഇതെന്തൊരു പരീക്ഷ! അച്ഛനെ നനയുമ്പോൾ എന്താണ് സംഭവിക്കുക? എന്നെ കൊന്നുകളയും ചേച്ചി. ഈ പിഴച്ചുപോയി എന്നെ കൊന്നുകളയും.
അയ്യോ ഒന്ന് നിർത്തൂ അച്ഛാ. പതുക്കെ ഓടിക്കൂ അച്ഛാ. എനിക്ക് പേടിയാവുന്നു. അച്ഛാ. 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 എനിക്ക് പേടിയാവുന്നു അച്ഛാ. അച്ഛാ. ഒന്ന് പതുക്കെ ഓടിക്കൂ അച്ഛാ. അയ്യോ. അയ്യോ. അച്ഛാ. നിർത്തൂ അച്ഛാ. അയ്യോ. എനിക്ക് പേടിയാവുന്നു അച്ഛാ. നിർത്തൂ അച്ഛാ. അയ്യോ. എനിക്ക് പേടിയാവുന്നു അച്ഛാ. നിർത്തൂ അച്ഛാ. അയ്യോ. പതുക്കെ ഓടിക്കൂ അച്ഛാ. അച്ഛാ. അയ്യോ. അച്ഛാ. എനിക്ക് പേടിയാവുന്നു അച്ഛാ. അയ്യോ. അച്ഛാ. നിർത്തൂ അച്ഛാ. എനിക്ക് പേടിയാവുന്നു അച്ഛാ. അച്ഛാ. അയ്യോ. അയ്യോ. എനിക്ക് പേടിയാവുന്നു അച്ഛാ. 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 നിർത്തൂ അച്ഛാ. ദൈവമേ. അച്ഛാ. അയ്യോ. അയ്യോ. നമ്മുടെ ഡ്രൈവർ രാമൻ ആക്സിഡന്റിൽ മരിച്ചു. ജീപ്പും തകർന്നു. അയാളുടെ മകളും ജീപ്പിലുണ്ടായിരുന്നു അത്രേ. മകൾക്ക് എന്തെങ്കിലും പറ്റിയോ? അവൾ മരിച്ചില്ല. അയാൾ മനഃപൂർവ്വം ചെയ്താണെന്നാണ് പറയുന്നത്. ആ പെണ്ണിന് ഗർഭമുണ്ടത്രേ. കഷ്ടമായി. വരും മോഹൻ, നമുക്കൊന്ന് പോയി നോക്കാം. രവിയും മാത്യുവും കൂടെ പോയി വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യും. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. യെസ് സാർ. വരും മാത്യു, നമുക്കൊന്ന് പോയി നോക്കാം. ആ ശാരദയുടെ കാര്യം വളരെ കഷ്ടമായി പോയി. ആ പെണ്ണിനെ കൊല്ലാൻ വേണ്ടി അവൻ ജീപ്പ് എടുത്തോണ്ട് പോയി. ദൈവത്തിന്റെ കളി നോക്കണേ. അവൻ അങ്ങനെ ജാകുകയും ചെയ്തു, പെണ്ണ് രക്ഷപ്പെടുകയും ചെയ്തു. ശാരദ ഒരു പാവമാണ്. അവളെ വഞ്ചിച്ചവനെ ദൈവം ശിക്ഷിക്കാതിരിക്കില്ല. ചേട്ടനൊന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് തീരെ വിശപ്പില്ല. എന്നെ വിടൂ സാർ, ഞാൻ ആ ദ്രോഹിയെ കൊല്ലും. ഭ്രാന്ത് പറയാതെ വരും എന്റെ കൂടെ. അവൾ ഗർഭിണിയായി. ആ ദ്രോഹി 1000 മാത്രമായി അവളെയും വരും. നേരത്തെ ഈ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ വലിയ മനുഷ്യൻ ഇത്രയും ചെറിയ ഇരയെ പിടിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയി. ആ ദ്രോഹി തകർത്ത് കളഞ്ഞു സാർ. സദാനന്ദന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ കോപവും ദുഃഖവും വരുമ്പോൾ സ്വയം മറക്കുന്നവൻ മനുഷ്യനല്ല. കൊലപാതകം കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, ആരംഭിക്കുന്നതേ ഉള്ളൂ. ക്ഷമിക്കണം സാർ, ഇതറിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. സദാനന്ദൻ അവിടെ കിടന്നുറങ്ങും. നേരം പുലർന്നിട്ട് എല്ലാറ്റിനും പരിഹാരമുണ്ടാക്കാം. എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല സാർ, കഴിഞ്ഞ 4 വർഷമായി ഞാൻ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇതേവരെ ഒരു ജോലിയും കിട്ടിയില്ല സാർ. എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഇവിടെ നിയമിക്കാറില്ല. അങ്ങനെ പറയരുത് സാർ. എന്റെ കുടുംബത്തിന് ഞാൻ മാത്രമേ രക്ഷയായിട്ടുള്ളൂ. അച്ഛൻ മരിച്ചുപോയി, അമ്മ വാദം പിടിച്ച് കിടപ്പിലായി. എനിക്ക് പ്രായമായ 3 അനുജത്തിമാരുണ്ട്. നാളെ രാവിലെ നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചോളൂ. എന്ത് ചെയ്യാം മോഹൻ, കോളേജ് ഡേക്ക് ഞാൻ തന്നെ പാടണമെന്ന് എനിക്കും കൂട്ടുകാർക്കും നിർബന്ധം. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ഏതായാലും നീ പോകുന്നുണ്ടല്ലോ, കാറെടുത്തോ. എനിക്കൊരു പാർട്ടിക്ക് പോകണം. അതിനെന്താ, ഞാൻ വിളിച്ചോണ്ട് വരാം. ബൈ ദ ബൈ, ഇതാണ് നമ്മുടെ പുതിയ സ്റ്റെനോഗ്രാഫർ മിസ് സരസ്വതി, നമ്മുടെ ബോസ്. ഓ ശരി. ആ ശരി. പ്രിയമേനകയായി മാമുനിയെ തേടി നടക്കും. 11 മണിക്കെല്ലാം കഴിയുന്നില്ലേ പറഞ്ഞു? അതെ. പിന്നെ എന്തായാലും താമസിക്കുന്നേ? മണി 12 ആയല്ലോ. നാളെ
എന്താ താമസിച്ചേ? കാറ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. കണ്ടിന് പണി പിടിക്കായിരുന്ന കൊള്ളാം. ഞാൻ ഇറങ്ങട്ടെ. നാളെ രാവിലെ പോയ പോരെ? അല്ല, എനിക്കൊരുപാട് എഴുതാനുണ്ട്. നീ പോയി തലതോർത്ത്. ഇവിടെ ആരുമില്ലേ? അല്ല, കുഞ്ചു അമ്മാനോ? എന്താ പതിവില്ലാതെ? ഞാൻ വീട്ടിൽ പോയി. അവിടെ അടുക്കളയിൽ ആരും ഇല്ല. അത് ഞാനെന്ത് വേണം? അവര് വലിയ പണക്കാര്, 10 വേനക്കാരെ ഒന്നിച്ചു നിർത്താൻ കഴിവുള്ളവരല്ലേ? അങ്ങനെ പറയരുത്. 2 ദിവസത്തേക്കെങ്കിലും ലക്ഷ്മി അവിടെ വരെ ഒന്ന് വരണം. അത് നടപ്പുള്ളത് തന്നെ. എന്റെ പട്ടി പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത്? ആ മിനിക്കുഞ്ഞ് എന്ത് പിഴച്ചു? ഞങ്ങൾ കൊച്ചുനാളിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. അതിനെന്നെ വലിയ ഇഷ്ടമാണ്. അതിന് മാത്രമല്ല, അതിന് ചേട്ടനെന്നെ വലിയ ഇഷ്ടമാണ്. അതിപ്പോ കാണാനുണ്ടല്ലോ. അതൊക്കെ ഇനി എന്തിനാ കൊച്ചേ പറയുന്നത്? 2 ദിവസത്തേക്ക് തന്നല്ലോ. ചേച്ചി ഒന്ന് പോയിട്ട് വാ. എന്നെ കൊണ്ടാവില്ല. എന്നാ ഞാൻ പോട്ടെ. പൊയ്ക്കോ പൊയ്ക്കോ. പ്രസവം അവിടെ തന്നെ ആയിക്കും. കുഞ്ചുനായരോട് ഞാൻ പറഞ്ഞത് ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് വരാനല്ലേ? ഇവളെ എന്തിനു വിളിച്ചു കൊണ്ടുവന്നു? മിനിക്കുഞ്ഞ്. അതെ, ഞാൻ നിന്റെ മിനിക്കുഞ്ഞ് തന്നെയാണ്. പക്ഷേ നീ ഇന്ന് പഴയ ശാരദയല്ല. സ്ത്രീത്വത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചവളാണ് നീ. അവളെ കുറ്റം പറയരുത്. കഷ്ടമാണ്. കുറ്റം പറയരുത് അല്ലേ? പച്ചപ്പാവുമായി അഭിനയിച്ച് നടന്ന ഇവൾ പിഴച്ചു പോയതുകൊണ്ടല്ലേ ഇവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്? പറയൂ ശാരദേ, നിനക്ക് പണം വേണമായിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ. നീ എന്തിനിങ്ങനെ അധപ്പതിച്ചു? മതിയൊന്നേ, ഇനി അവളോട് ഒന്നും ചോദിക്കരുത്. മലന്ന് കിടന്നോണ്ട് തുപ്പിയാൽ അവനവന്റെ മുഖത്ത് തന്നെ വീഴുള്ളൂ. കുഞ്ഞിനറിയാമോ ഇവളെ പഠിപ്പിച്ച ആരാണെന്ന്? ഇല്ല. എന്നാ ഞാൻ പറഞ്ഞു തരാം. വേണ്ട, പറയരുത്. നീ ഒന്ന് ചുമ്മായില്ലടി. കുഞ്ഞെ, സത്യം എന്നായാലും പുറത്തു വന്നേ ഒക്കുള്ളൂ. കുഞ്ഞെ ഞെട്ടരുത്. ഈ പെണ്ണിനെ പിഴപ്പിച്ചത് കുഞ്ഞിന്റെ ചേട്ടൻ തന്നെയാണ്. ഇനി കരഞ്ഞോട് യാതൊരു ഫലവുമില്ല. ഈ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ രക്ഷിച്ചു. ശാരദേ, നീ എന്നോട് ക്ഷമിക്കൂ. ഈ രഹസ്യം മറച്ചു വെച്ച നീ മനുഷ്യ സ്ത്രീയല്ല, ദേവതയാണ്. ഇപ്പോൾ ഞാൻ കള്ളനായി. ഇന്നലെ വന്ന രവി സത്യസന്ധൻ. സാറേ, കർത്താവ് ഇത് പൊറുക്കുകയില്ല. മാത്യൂസ്, നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും എന്റെ തലയിൽ കയറി. ഞാൻ അത്രയ്ക്ക് വിഷമിച്ചിരിക്കുകയാണ്. കൊഴിഞ്ഞു വീഴുന്ന പൂക്കളെ ഓർത്ത് ദുഃഖിക്കുന്നവർ കവികളാണ്. നമ്മൾ കവികളല്ല. ഇന്നൊരു പൂവ് വീണാൽ നാളെ ഒരു പൂവ് വിടരും. ഒരു മാർഗ്രേറ്റ് പോയാൽ നാളെ ഒരു സരസ്വതി വരും. മിസ്റ്റർ മാത്യൂസ്, കുറച്ച് സമയത്തേക്ക് പുറത്തു പോയി നിൽക്കണം. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പോണോ? ഒബീഡിയന്റ് സെർവന്റ്. അതുകൊണ്ടാണ് പുറത്തു പോയി നിൽക്കാൻ പറഞ്ഞത്. പോണം. അയാളൊരു പാവമാണിതേ. പാവം? ആര്? മാത്യൂസോ? കണക്കുകൾ മുഴുവനും കള്ളം, കോൺട്രാക്റ്റുകളിൽ മുഴുവനും കൃത്രിമം. ഇയാളാണോ പാവം? മോഹൻ, മാത്യൂസിനെയും അക്കൗണ്ടന്റിനെയും നമ്മുടെ കമ്പനിയിൽ നിന്നും പറഞ്ഞേക്കണമെന്നാണ് എന്റെ തീരുമാനം. സാർ, ഞാനൊരു പരമശുദ്ധനാണ് സാർ. നിങ്ങളോടാണ് പറഞ്ഞത് പുറത്തു പോയി നിൽക്കാൻ. രവി, അവർ രണ്ടുപേരും വളരെ നാളായി ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. അതെനിക്കറിയാം മോഹൻ. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയേക്കാൾ ഉപരി നിന്റെ രക്ഷയാണ് എന്റെ ലക്ഷ്യം. നീ രക്ഷപ്പെടണമെങ്കിൽ ഈ 2 കിനാവള്ളികളും ഒഴിയണം. അതേപ്പറ്റി ആലോചിക്കും. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. ഞാൻ നമ്മുടെ ഓഡിറ്ററേയും മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാ സ്വാതന്ത്ര്യവും നീ എനിക്ക് തന്നതുകൊണ്ടാണ്. മോഹൻ, നീ ഇവിടെ ഇരിക്കേ. ഞാൻ നമ്മുടെ ഫാക്ടറിയിൽ ഒന്ന് പോയിച്ചു വരാം. സാർ, ഇനി സൂക്ഷിക്കണം. എല്ലാവരും പറഞ്ഞയച്ചിട്ട് സ്വന്തം ആളുകളെ കയറ്റി എസ്റ്റേറ്റും ഫാക്ടറിയും പിടിച്ചടക്കാൻ നടവാണ് അയാളുടെ. നോൺസെൻസ്. രവി അത്രക്കാരനല്ല. അതിനോചം വരുവേ. എന്റെ ബോസ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ബോസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കും. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഡോണ്ട് വരി. എന്റെ ബോസ് നേരെ ഹോട്ടലിലേക്ക് വിട്ടു. ഞാൻ സരസ്വതി പറഞ്ഞുവിടാം. സരസ്വതി? അതെ, നമ്മുടെ പുതിയ ടൈപ്പിസ്റ്റ് സരസ്വതി.
ആദ്യം ഒരു പ്രതിഷേധം കാണിക്കും. എന്തിനാണ് ഈ അഭിനയം? അയ്യോ എന്നെ വിടൂ, ഞാൻ അത്ര കഴിയില്ല, എന്നെ വിടൂ. നീയോ? നീ അതിനിപ്പോൾ ഞാനാണ് സരസ്വതി ഇങ്ങോട്ട് അയച്ചത്. സരസ്വതി അയച്ചത് നീയാണെന്ന്? മാത്യൂസ് വിളിച്ചാലൊന്നും വരുന്നവളല്ല ഈ സരസ്വതി. ഞാൻ പറഞ്ഞിട്ടാണ് ഇവൾ വന്നത്. ഈ രംഗം എനിക്ക് നേരിൽ കാണണമായിരുന്നു. എടാ മോഹൻ, തെറ്റ് ചെയ്യുക മനുഷ്യ സഹജമാണ്. ഒരു തെറ്റ് ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടാക്കാം. പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നവൻ മൃഗമാണ്. സരസ്വതി, താങ്ക് യു വെരി മച്ച്. നീ പോയിക്കും, ഡ്രൈവർ നിന്നെ വിട്ടുകൊണ്ടുപോയി വിടും. അപ്പോൾ നീ കരുതി കൂട്ടി എന്നെ അപമാനിക്കുകയായിരുന്നു അല്ലേ? അപമാനമോ? നിനക്കും അങ്ങനെ ഒരു വികാരമോ? എടാ, ആ വാക്കിന് അർത്ഥം നിനക്കറിയാം. രവി, നീ അതിൽ കിടന്ന് സംസാരിക്കുന്നു. After all, you are my servant. I pay you. എന്റെ ശമ്പളം കൊണ്ടാണ് നീ ജീവിക്കുന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ കടമ ചെയ്യുന്നത്. എന്നെ അനുസരിക്കലാണ് നിന്റെ ജോലി. നിന്റെ ഭാവം കൊണ്ടാ തോന്നുന്നു ഞാൻ നിന്റെ ജോലിക്കാരനാണ്. അട്ടയെ പിടിച്ച് മറ്റേക്കിടത്തേ കിടക്കൂ. ജോലിയും പോയി തെണ്ടിത്തിരിഞ്ഞ് നടന്നവനെ പിടിച്ച് ജനറൽ മാനേജരായി. വലിയ കസേരയും വലിയ എസ്റ്റേറ്റും വലിയ പെട്ടിയും കണ്ടപ്പോ അവരെല്ലാം മറന്നുപോയി. മോഹൻ, നീ എന്താ പറഞ്ഞത്? നിന്റെ പണപ്പെട്ടി കണ്ട് ഞാൻ സ്വയം മറന്നെന്നോ? എടാ, നിന്റെ എസ്റ്റേറ്റിലെ റബ്ബർ മരങ്ങൾക്കിടയിലുള്ള കറുകപ്പുല്ലും നിന്റെ സേഫിലെ പണവും എനിക്ക് തുല്യമാണ്. നിന്റെ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. നമ്മുടെ സ്നേഹബന്ധത്തിന്റെ പരിശുദ്ധി ഓർത്ത്, നിന്റെ നന്മയെ ഓർത്ത് മാത്രമാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് തെറ്റുപറ്റിയടാ, തെറ്റുപറ്റി. നാം ഇനി സ്നേഹിതന്മാരല്ല. നമ്മുടെ സ്നേഹബന്ധം എവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. നീ ഇനി ഒരിക്കലും എന്നെ കാണുകയില്ല. ഗുഡ് ബൈ. എന്തിനാ കുഞ്ഞെ എങ്ങനെ എപ്പോഴും ഇരുന്ന് കണ്ണീരൊലിപ്പിക്കുന്നു? എന്റെ തലയിലെഴുത്ത് അങ്ങനെ ആയിപ്പോയി കുഞ്ചു നേരെ. തലയിലെഴുത്തിന് ഒരു ദോഷവും പറ്റിയിട്ടില്ല. എല്ലാം ശരിക്ക് തന്നെ എഴുതിയിരിക്കുന്നു. ശരിക്കും എഴുതിയിരുന്നെങ്കിൽ എന്റെ അമ്മയും അച്ഛനും എന്നെ ഇങ്ങനെ അനാഥയാക്കിയിട്ട് പോകുമായിരുന്നു. ഈ ജനനവും മരണവും ഒന്നും നമ്മുടെ പിടിയിലുള്ളതല്ല കുഞ്ഞ്. അതെല്ലാം ദൈവനിശ്ചയം. അച്ഛന്റെ അവസാന ശ്വാസം വരെ എന്നെ കുറിച്ചുള്ള വിഷമമായിരുന്നു. എന്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അന്ന് ഞാൻ അച്ഛനെ സമാധാനപ്പെടുത്തി. കൊച്ചേട്ടന്റെ സ്വഭാവത്തിൽ നിന്ന് അച്ഛന്റെ സംശയങ്ങളെല്ലാം ശരിയാണെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. കുഞ്ഞൊന്ന് സമാധാനമായിട്ട് വെല്ലുന്ന നിന്റെ ആത്മാമോഹന മുന്നിൽ നേർവഴിക്ക് പോകരുത്. കതിരിൽ കൊണ്ട് വളം വെച്ച ഒരു പ്രയോജനവുമില്ല കുഞ്ചു നായര്. കൊച്ചേട്ടൻ നന്നാവുന്ന കാലം കഴിഞ്ഞു പോയി. കൊച്ചേട്ടന്റെ ഒരേ ഒരു അനുജത്തിയല്ലേ ഞാൻ. എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തെ കുറിച്ച് കുറച്ചെങ്കിലും വിചാരമുണ്ടെങ്കിൽ കൊച്ചേട്ടൻ വീണ്ടും വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കുമായിരുന്നു. ദിവസം ചെല്ലും തോറും കൂടുതൽ വെറുപ്പ് സമ്പാദിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ പോയാൽ എനിക്ക് ആരുണ്ട് കുഞ്ചു നായരെ രക്ഷ? എല്ലാം ഈശ്വരൻ മംഗളമാക്കി തരും. കരയാ.
മിനിയുടെ മിനിക്കുഞ്ഞിന് സുഖമില്ല. സുഖമില്ലേ? അതെ, ഡാക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. മിനി, എന്താ മിനി? നിനക്ക് എന്താ അസുഖം? പറയൂ. ഡോക്ടർ, എന്റെ അനിയത്തിക്ക് എന്താ അസുഖം? പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇവൾ കരയുന്നത്? എന്തിനാ നിങ്ങളിലേക്ക് നോക്കുന്നത്? എന്താ ഉണ്ടായത് തുറന്നു പറയൂ. മിസ്റ്റർ മോഹനൻ, വിഷമിക്കരുത്. നിങ്ങളുടെ സഹോദരി സഹോദരി, പറയൂ ഡോക്ടർ. നിങ്ങളുടെ സഹോദരി ഗർഭിണിയാണ്. നിങ്ങൾ എന്റെ അനിയത്തെ കുറിച്ച് എന്ത് പറഞ്ഞു? ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. അവൾ പരിശുദ്ധയാണ്. മിസ്റ്റർ മോഹൻ, പരിശുദ്ധകളും ഗർഭം ധരിക്കും. ഞാൻ നിങ്ങളുടെ സഹോദരിയെ എക്സാമിൻ ചെയ്തു. അവൾ ഗർഭിണിയാണ്. മിനി, സത്യം പറയൂ. ഡോക്ടർ പറഞ്ഞു നേരാണ്. എനിക്ക് മാപ്പ് തരും ചേട്ടാ, എനിക്ക് മാപ്പ് തരും. ഈ കുടുംബത്തിന്റെ സത്യം നശിപ്പിച്ചോ? എന്താ ഇത്ര ദേഷ്യപ്പെടുന്നത്? അത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൊമ്പം പോയ പുറകെ മോഴയും, അത്രമാത്രം. ചേട്ടൻ എന്തു ആകാം, അനിയത്തിക്കൊന്നും ചെയ്തുകൂടാ. അത് കൊള്ളാമല്ലോ. എന്നെ വേണം തല്ലിക്കോ. പക്ഷേ മിനിക്കുഞ്ഞിനെ തല്ലുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ദ്രോഹി, എന്റെ വീട്ടിൽ നിനക്ക് ഞാൻ സർവ്വ സ്വാതന്ത്ര്യങ്ങളും തന്നു. എന്നിട്ട് നീ എന്നെ വഞ്ചിച്ചു. എന്റെ സഹോദരിയെ ഗർഭിണിയാക്കി. നിന്നെ ഞാൻ തുടരുതന്നെ. എടാ, നിന്റെ പെങ്ങളെ മാത്രമല്ല ഞാൻ ഗർഭിണിയാക്കിയുള്ളൂ. നീ ഇങ്ങനെ എത്ര പെങ്ങന്മാരെയാ ഗർഭിണിയാക്കിയുള്ളൂ. പട്ടി പാഴന്റെ കയ്യിലാണല്ലോ നീ കടിച്ചത്. വേറെ തള്ളി കയറാതെ നിലത്ത് നില്ലടാ. ഹോ, നിന്റെ പെങ്ങള് വലിയ ചാരിത്രപതി എന്ന മട്ടിലാണ് നിന്റെ പ്രസംഗം. അതേടാ, അവൾ പരിശുദ്ധിയായിരുന്നു. നീ അവളെ നശിപ്പിച്ചു. അവൾ നിന്റെ പെങ്ങളല്ലേ? പല ചെറുപ്പക്കാരുമായും ബന്ധം കാണും. പക്ഷേ എല്ലാവരുടെയും ഭാരം താങ്ങാൻ എന്നെ കൊണ്ടാവില്ല. എന്ത് പറഞ്ഞടാ? നന്ദി കെട്ട നായെ, നിന്നെ ഞാൻ കൊല്ലും. എടാ, തല്ലാതിരിക്കുന്നവരൊന്നും തല്ലാൻ കഴിവില്ലാത്തവർ. ഇതുവരെ ഞാൻ സഹിച്ചു. കാരണം നീ എന്നെ പലതവണ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നീ കുറെ അതിരി കിടക്കുന്നു. നീ മനുഷ്യനാണെങ്കിൽ, ഹൃദയമെന്നൊന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നീ തിരിഞ്ഞു നോക്ക്. നിന്റെ സഹോദരിക്ക് സമുദായത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? ഒരു വ്യഭിചാരിയുടെ പെങ്ങളല്ലേ അവൾ? അഭിമാനമുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ അവളെ കല്യാണം കഴിക്കാൻ മുന്നോട്ട് വരുമോ? അവൾ അനുഭവിക്കുന്ന ഏകാന്ത ദുഃഖത്തിന്റെ ചരിത്രം നിനക്കറിയാം. എത്ര ജീവിതങ്ങളെയാണ് നീ തകർത്തെറിഞ്ഞത്. ഒരു നിമിഷം ചുംബിച്ചിട്ട് വലിച്ചെറിയേണ്ട കടലാസ പൂക്കളായി നീ സ്ത്രീകളെ കരുതി. എത്ര കുടുംബങ്ങളെ നീ തകർത്ത് നാമാവശേഷമാക്കി. നിർത്ത്. ഇല്ല, നിർത്തില്ല. നീ ദുഷ്ടനാണ്, ചതിയനാണ്, കൊലപാതകിയാണ്. ആ പാവപ്പെട്ട ശാരദയെ ഗർഭിണിയാക്കിയത് നീയല്ലേ? അവളുടെ അച്ഛന്റെ മരണത്തിനും കാരണം നീയാണ്. പകലും രാത്രിയും നിനക്ക് ഒരുപോലെയാണ്. ഒരിക്കൽ നീ എന്റെ കൂട്ടുകാരനായിരുന്നു എന്ന് ഓർമ്മിക്കാൻ പോലും ലജ്ജ തോന്നും. രവി, ഞാനിപ്പോഴും നിന്റെ കൂട്ടുകാരൻ തന്നെ. അല്ല, എനിക്കങ്ങനെ പറയാൻ സാധ്യമല്ല. നീ നിന്റെ തെറ്റുകൾ തിരുത്തി വെളിച്ചത്തിലേക്ക് വരുന്ന കാലം വരെ ഞാൻ നിന്റെ ശത്രുവായിരുന്നു. കാരണം നീ എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിച്ചവൻ. രവി, നീ എന്നോട് ക്ഷമിക്കും. എന്റെ മനോവിഷമം കൊണ്ടാണ്
ഞാനിതൊക്കെ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം തെറ്റാണ്, സമ്മതിക്കുന്നു. എന്റെ തെറ്റുകൾ ഞാൻ ഇനി ആവർത്തിക്കില്ല, സത്യം. എന്റെ കുറ്റങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ? എന്റെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കേണ്ട കടമ നിനക്കുമില്ലേ? അത്രമാത്രം വലുതല്ലേടാ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം. ഞാൻ എന്റെ എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിൽ എഴുതി വെക്കാം. ഞാൻ ഈ നാട് വിട്ട് എവിടെയെങ്കിലും പൊയ്ക്കോളാം. നീ മിനിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചാൽ മതി. എനിക്ക് അല്പം ആലോചിക്കാനുണ്ട്. അയ്യോ രവി, അങ്ങനെ പറയരുതേ. നീ ഇപ്പോ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് എന്റെ ജീവൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ കൂടെ വാ. മിനി, 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 മിനി. മിനി അവിടെ പോയി. അതാ മിനി. ഡോക്ടർ, അമ്മയോ? അമ്മയുടെ മിനി എന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം. ഇതാണ് സ്നേഹം, നിന്റെയും എന്റെയും ജീവിതത്തിലെ നേട്ടം. രവി, മോഹൻ, നിന്നെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. ഒടുക്കം ഈ കുടുംബത്തിന്റെ സൽപ്പേര് കാത്തു സൂക്ഷിക്കാൻ ഞാൻ ഒരേ ഒരു മാർഗമേ കണ്ടുള്ളൂ. നിനക്ക് മിനിയോടുള്ള സ്നേഹവും വാത്സല്യവും ആയുധമാക്കിക്കൊണ്ട് മാത്രമേ ഇത് നടക്കൂ എന്ന് എനിക്ക് ബോധ്യമായി. എന്താ നീ പറയുന്നത്? ഒന്ന് വ്യക്തമായിട്ട് പറയൂ. എടാ, ഞാൻ ഇന്നും പഴയ രവി തന്നെയാണ്. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറുള്ള നിന്റെ കൂട്ടുകാരൻ. നിന്റെ അനിയത്തിയെ ഞാൻ വഞ്ചിക്കുമെന്ന് വിശ്വസിച്ചിടാ മഠയ. അപ്പൊ ഞാൻ ഈ കേട്ടതെല്ലാം കള്ളമാണ്. അതെ, മിനി ഇന്നും പൂ പോലെ പരിശുദ്ധയാണ്. എടാ, ഈ ഭൂമിയിൽ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചാൽ മാത്രമേ നിന്നെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം അഭിനയിച്ചത്. ചേട്ടനെ ഞങ്ങൾ വല്ലാതെ വിഷമിപ്പിച്ചു അല്ലേ? ഏയ്, നിങ്ങളൊക്കെ വിഷമിപ്പിച്ച ഞാനാണ്. ഏതായാലും നിങ്ങളുടെ വിവാഹം നടക്കട്ടെ. എന്റെ വിവാഹത്തിന് മുൻപ് ചേട്ടന്റെ വിവാഹം നടക്കട്ടെ. അതാ ശാരദേ, ഞാൻ നിന്നോട് വളരെയധികം തെറ്റ് ചെയ്തു. നിന്നെ വളരെയേറെ വേദനിപ്പിച്ചു. നടന്നതെല്ലാം മറന്നു.